എന്നെ വിളിച്ചപേക്ഷിക്കാം, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ് നമ്മൾ വായിച്ചത്. എന്നെ നീ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരവുമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നോട് അറിയിക്കും. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകല് നമ്മളോടുള്ള ദൈവത്തിന്റെ ആലോചന ചില മഹത്തായ അഗോചരമായ കാര്യങ്ങളെ അറിയിപ്പാൻ ആമേൻ ദൈവം നമ്മളോട് അടുത്ത് വരികയാണ്. ആമേൻ. നമ്മുടെ ദിവസങ്ങളിലെല്ലാം കൂടുതൽ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് കാലം. ആമേൻ. അന്ത്യകാലങ്ങളിലേക്ക് നീങ്ങുന്നു. ലോകവിചാരം, ലോക സംഭവങ്ങൾ നമ്മളതിനെ വിളിച്ചറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ദൈവത്തിന്റെ ആലോചനകളും ദൈവികമായ പദ്ധതികളെ നമ്മളോട് അറിയിക്കുന്നു. അമ്മ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരിക്കൽ കൂടെ പറയുകയാണ്, ഈ പിശാചും ദൈവമായിട്ടോ അല്ലെങ്കിൽ ദൈവത്തിന്റെ ദൂതന്മാരും ആത്മീക ദൂതന്മാരുമായിട്ട് നല്ലൊരു യുദ്ധത്തിന്റെ സമയം അടുത്ത് വരികയാണ്. അമ്മേൻ. അന്ത്യകാലത്ത് അമ്മേൻ ദൈവമക്കളെ ചേർക്കാൻ കർത്താവ് വരുന്നതിന് മുമ്പേ ദൈവമക്കളെ നശിപ്പിച്ച് കളയാൻ തക്കവണ്ണം പിശാച് പല തന്ത്രങ്ങളും അവന്റെ ഉപായങ്ങളും അവന്റെ ഉപദ്രവങ്ങളും മഹാപീഡയും അഴിച്ചുവിടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. അമ്മേ. പക്ഷെ ഇവിടെ വെച്ച് വലിയൊരു യുദ്ധം നടക്കണം. ഒരു ആത്മീകനും ആമേൻ പിശാചും തമ്മിലുള്ള ഒരു യുദ്ധം. എന്തായിരിക്കണം യുദ്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ യുദ്ധത്തിന്റെ അനന്തരം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വലിയൊരു വിജയം കാണണം. ഹല്ലേലൂയ. എല്ലാ ദൈവമക്കളും ഒരു വിജയം കാണണം. ആ വിജയത്തിന് വേണ്ടി ശക്തി ലഭിക്കാൻ ബൈബിൾ പറയുന്നു, മഹത്തായും അഗോചരമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നോട് അറിയിക്കും. ആമേൻ. ഇത് കേൾക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. അവൻ ദൈവത്തോട് ചോദിക്കുമ്പോൾ നമ്മുടെ ഭവനത്തിനകത്ത്, നമ്മുടെ ദേശത്തിനകത്ത്, നമ്മുടെ വ്യക്തികളുടെ ജീവിതത്തിനകത്ത് അവൻ കടന്നു വരുന്ന സകല അനർത്ഥങ്ങളെയും നമ്മളോട് ദൈവം അറിയിക്കാനായിട്ട് ഇടവരും. ആ അനർത്ഥങ്ങളിൽ നിന്ന് വഴിമാറി നമ്മൾക്ക് മുമ്പോട്ട് ഓടുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കും. അവൻ ദൈവമക്കളെ ഞാനൊരു കാര്യം തുറന്ന് പറയാം, ഒരിക്കലും ശത്രുവിന് ഇഷ്ടമല്ല നമ്മളാരും നന്നായി ജീവിക്കണം എന്നുള്ളത്. ആരും പറഞ്ഞില്ല. ഹല്ലേലൂയ. ഒരിക്കലും ഇഷ്ടമല്ല നമ്മളാരും സന്തോഷത്തോടെ ഇരിക്കണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ശത്രു നമ്മളെ കീഴ്പ്പെടുത്തുവാൻ വരുന്ന ഒരു മേഖലയാണ് നമ്മളെ മാനസികമായി തകർത്തുക, തളർത്തുക. മാനസികമായി ഒരു വ്യക്തി തളർന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയെ തകർക്കാൻ എളുപ്പമാണ്. ഒരു ഇരുട്ട് മൂടിക്കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് പുറത്തോട്ട് പോകാൻ പാടാം. വെളിച്ചമില്ല എങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. ഇതുപോലെ മാനസികമായി തളർന്നു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഉയർന്നുകളിലേക്ക് ഉയരുവാൻ പാടാണ്. ആത്മീക ജീവിതത്തിൽ ഉയരാൻ പാടാണ്. എല്ലാ മേഖലകളിലും തളർച്ച അനുഭവിക്കുന്ന ഒരു മേഖലയാണ് ഒരു മാനസിക വിഷമം, പിരിമുറുക്കം, സമ്മർദ്ദം ഉണ്ടാകുക. എന്നാൽ ഇന്ന് പകലനോട് പരിശുദ്ധാത്മ പറഞ്ഞൊരു കാര്യമുണ്ട്, അതിനകത്തൊന്ന് ചിലരെയൊക്കെ ദൈവം പുറത്തു കൊണ്ടുവരും. അവൻ ചിലരെയൊക്കെ ദൈവം പുറത്തു കൊണ്ടുവരും. ഇന്ന് ഗണേശ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കണം മുമ്പോട്ട്. ഹല്ലേലൂയ. വായിച്ചാണ്. ആമേൻ. സ്തോത്രം. നിന്റെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ. ഇസ്രായേലിന്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും തരും. ഇതിനകത്ത് വലിയ വ്യത്യാസമായ ഒരു രണ്ട് ഒന്നിച്ചു ചേർക്കാൻ പറ്റുന്നതായ ഒരു മേഖല കിടപ്പുണ്ട്. ഇവിടെ പറഞ്ഞു, നീ എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് മഹത്വം അഗോചരമായ കാര്യങ്ങളെ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. അവിടെ പറയുകയാണ്, ഞാൻ നിന്നെ ഓമന പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ ഇരുട്ടിലെ നിക്ഷേപങ്ങളും മറവിടങ്ങളിലെ ഗുപ്തനിധിയെയും ഞാൻ നിനക്ക് തരും. ഹല്ലേലൂയ. ഈ രണ്ട് മേഖലകളിൽ രണ്ട് തരത്തിൽ വർണ്ണിക്കണമെന്ന് ആഗ്രഹമുണ്ട്. സമയത്തിന്റെ പരിമിതി പോലെ നമുക്കതിനെ കൊണ്ടുപോകാം. ഒന്ന് ആത്മീക മണ്ഡലമാണ്, രണ്ട് ഭൗതിക മണ്ഡലമാണ്. ഭൗതിക മണ്ഡലത്തിൽ പരിശുദ്ധാത്മ പറയുന്നത് ഇങ്ങനെയാണ്, ഇരുള് പിടിച്ചു വച്ച നിക്ഷേപങ്ങൾ. സ്വർഗം ഭൂമിയിൽ തന്റെ മക്കൾക്ക് വേണ്ടി യേശുവിനെ ആരാധിക്കുന്ന, യേശുവിനെ സ്നേഹിക്കുന്ന, യേശുവിനെ വിളിച്ചപേക്ഷിക്കുന്ന തന്റെ മക്കൾക്ക് വേണ്ടി പകർന്നതിനെ ശത്രുവായവൻ ഈ ഭൂമിയിൽ ഇറങ്ങി നിന്നപ്പോൾ അവൻ അതിനെ ഇരുട്ടിനകത്ത് മൂടി വച്ചിരിക്കുകയാണ്. അതിനകത്തൊരു നിക്ഷേപം കിടപ്പുണ്ട്. ആ നിക്ഷേപം നമ്മൾ ഇന്ന് ഈ പകൽ പുറത്തെടുക്കണം. ഹല്ലേലൂയ. ഈ പകൽ പ്രാർത്ഥിച്ച് ആരാധിച്ച് അതിനെ വെട്ടിമേടി പുറത്തെടുക്കണം. ഒരു പണ്ട് ഞങ്ങള് ഈ ദേശം വെട്ടിപ്പിടിക്കുക അല്ലെങ്കിൽ വളഞ്ഞു വെച്ചിട്ട് അതിനെ കാടുകളിൽ വെട്ടി അതിന് തീയിട്ട് നല്ല കൃഷി ചെയ്ത് അതിനകത്ത് നന്മകൾ വിളയിക്കുന്നത് പോലെ ഇന്ന് പകൽ നിങ്ങൾ ആത്മാവിൽ ചിലത് വെട്ടിപ്പിടിക്കേണ്ടത് ആവശ്യമാണ്. പരിശുദ്ധാത്മാവിനോട് പറയുന്ന ഒരു കാര്യമാണ്, ചിലതൊക്കെ ആത്മാവിൽ വെട്ടിപ്പിടിക്കാൻ തയ്യാറാകണമെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇന്ന് കാണുന്ന കഷ്ടങ്ങളുടെ അകത്ത് നിന്ന് ഒരു വഴികൾ തുറന്ന് ചിലതിനെയൊക്കെ നിങ്ങളുടെ കൈകളിലേക്ക് ദൈവം തരുമെന്ന് ആത്മാവ് ഇന്ന് പകൽ തുടക്കത്തിൽ തന്നെ ദൂതറിയിക്കുകയാണ്. ചിലതിനെയൊക്കെ വെട്ടിപ്പിടിക്കാൻ ഇരുട്ടിന്റെ മേഖലകൾക്കകത്തുനിന്ന്, പൈശാചിക മേഖലയ്ക്ക്
ഭവനങ്ങൾക്കകത്ത് നിന്ന് അവൻ നിക്ഷേപം ഇരിക്കുന്നത് ഈ ഭൂമിയിലുണ്ട്. നിനക്കുള്ള നിക്ഷേപം അവൻ ഈ ഭൂമിയിൽ നീ പാർക്കുന്ന ഭവനത്തിലുണ്ട്. നിനക്കുള്ള നിക്ഷേപം അവൻ പക്ഷെ നിന്റെ ഭവനത്തിനകത്ത് സ്വന്തതയോടെ താമസിക്കാൻ കഴിയാതെ ഈരോട് പിടിച്ചു വെക്കുമ്പോ ഇന്ന് പകൽ ആത്മാവ് ഭേദം വിളിച്ചു പറയുന്നു, അവൻ നിന്റെ വീട്ടിനകത്ത് സ്വന്തത വെളിപ്പെടാ, നിന്റെ വീട്ടിനകത്ത് സമാധാനം വ്യാപരിപ്പാ, നിന്റെ വീട്ടിനകത്ത് നന്മകൾ വെളിപ്പെടാ, അത് നിലനിൽക്കാൻ അവൻ ഈരുട്ടിലെ നിക്ഷേപത്തെ വെട്ടിപ്പിടിക്കുക. ആത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. അധികമൊന്നും പ്രസംഗിച്ചില്ലേലോ ആത്മാവിന്റെ ശക്തി വെളിപ്പെട്ട് ചിലത് മുഖങ്ങൾ അഴിഞ്ഞു മാറി അത് ചിലതിനെ വെട്ടിപ്പിടിക്കാൻ ഇന്ന് പകൽ ആത്മാവിന്റെ തീ ഇറങ്ങി വരട്ടെ. നിലവാരത്തിൽ ഒരു ഉയർച്ചയിലേക്ക് എത്താൻ കഴിയാതെ അല്ലെങ്കിൽ സന്തോഷം അനുഭവിക്കാൻ കഴിയാതെ തളർന്ന് ബലഹീനനായി പോകുന്ന ചിലരോട് ആത്മാവ് പറയുകയാണ്. അവൻ പൗലോസ് പറയുന്ന ഒരു ഭാഗമുണ്ട്. 2-3 ദിവസങ്ങൾ ഇരുള് മാത്രം കണ്ടുകൊണ്ട് വെളിച്ചം കാണാതെ അവർ ഇരുന്നപ്പോൾ അതിനകത്തുനിന്ന് വെളിപ്പാടുള്ളവൻ പറഞ്ഞു, നിങ്ങൾക്കൊരു അനർത്ഥം വരവൻ വെളിപ്പെടുകയല്ല. എന്റെ ദൈവം ഇന്നലെ രാത്രി എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അവൻ നമ്മളൊരു കര പറ്റുക തന്നെ ചെയ്യും. അവൻ ഇന്ന് രാത്രിയായി ഈ പകൽ ആത്മാവ് ദൂത പറയുന്നു, അവൻ വെളിച്ചം കാണാൻ കഴിയാത്തതുപോലെ അവൻ സന്തോഷം അനുഭവിക്കാൻ കഴിയാത്തതുപോലെ ഇരുളിന്റെ മേഖലകൾ വീടിന്റെ മേഖലയിൽ തളം കെട്ടി നിന്ന് വ്യക്തിപരമായ ജീവിതത്തിൽ അവൻ തളം കെട്ടി നിന്ന് അത് ഉയർച്ച തരാൻ സാധിക്കാത്ത നിലവാരത്തിൽ അവൻ ശത്രു വേട്ടയാടുമ്പോ ഇന്ന് പകൽ ആത്മാവ് ദൂരറിയിക്കുന്നു, നിരത്തൊരു പുറപ്പാടുണ്ട്. അവൻ ദൈവമക്കളെ ആരാധിച്ച് കേൾക്കുന്നതോളം ഇന്ന് പകൽ ഒരു വിടുതലിന്റെ പകലായിരിക്കും. അവൻ ഏതൊക്കെയോ ഈരുളിന്റെ മണ്ഡലങ്ങൾ ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു. ഈരുളിന്റെ മണ്ഡലങ്ങൾ വീടിന്റെ മേഖലയിൽ കയറി നിന്ന് അവൻ വീട്ടിനകത്ത് വെളിച്ചം കാണാത്തത് പോലെ ഒരു സന്തോഷത്തിന്റെ സുദിനം എത്ര അധ്വാനിച്ചിട്ട് അത് വെളിപ്പെടാത്തത് പോലെ അവൻ ഈരുളിൽ കയറി നിന്ന് അവൻ നിന്റെ നന്മയെ മൂടുമ്പോ ഇന്ന് പകലതിനെ വെട്ടിപ്പിടിക്കാൻ ഇരുളിനെ വെളിച്ചമാക്കി മാറ്റാൻ യേശു നിന്റെ അടിത്തറയിൽ നിൽക്കുകയാണ്. മോനെ പേരറിയത്തില്ല എനിക്ക്, പക്ഷെ ഒരു കാര്യം, യേശു അടുക്ക വന്ന് നിൽക്കുക. അവൻ ഇരുള് വന്ന് മൂടി നിന്നിട്ട് എത്രയായിട്ടും സന്തോഷിക്കാൻ അല്ലെങ്കിൽ മറ്റൊരു മഹത്വത്തിലേക്ക് അനുഭവിക്കാൻ കഴിയാത്തതുപോലെ നിൽക്കുമ്പോ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, നിന്നെ ഒരു വെളിച്ചമാക്കാൻ ദൈവം ഇറങ്ങി വരിക, ഒരു വെളിച്ചമാക്കാൻ ഇറങ്ങി വരിക. എനിക്കറിയത്തില്ല ആരാന്ന്, എനിക്കറിയത്തില്ല, പക്ഷെ ദൈവം സ്നേഹിക്കുന്നു, അവൻ ദൈവം കൂടെ നിൽക്കുന്നു. അവൻ നീ ഒരു വെളിച്ചമാകാൻ പകയാ, നീ ഒരു അനുഗ്രഹമാകാൻ പകയാ, നിന്റെ വീട് തകരത്തില്ല, നീ ഒരു അത്ഭുതമാകാൻ പകയാ. ദൈവത്തിന് ചെയ്യാനുള്ളത് തന്റെ പ്രവാചകന്മാരോട് അറിയിക്കുകയാണ്. അവൻ പ്രവാചകരോട് പറയാണ്, ഇരുട്ടിലെ നിക്ഷേപങ്ങളും മറുപടങ്ങളിലെ ഗുപ്തനിധി ഞാൻ നിനക്ക് തരുമെന്ന്. അവൻ 2 പറയാണ്, ഹല്ലേലൂയ, അവൻ നീ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് മഹത്വം അഗോചരമായ കാര്യങ്ങളെ വെളിപ്പെടുത്തി തരും. ഇന്ന് പകൽ ഈ 2 പദത്തിൽ നിന്ന് ഞാൻ പറയുന്നു, അവൻ ചിലരോടൊക്കെ ചിലത് ദൈവം വെളിപ്പെടുത്തി തരും. എന്നുവെച്ചാൽ മഹത്വം അഗോചരം എന്ന് പറഞ്ഞാൽ നമ്മുടെ നേത്രങ്ങൾ കൊണ്ട് മനസ്സിലാക്കുവാൻ കഴിയാത്ത അവൻ ചില മേഖലകളിലുള്ള അത്ഭുതങ്ങളെ ചിലരുടെ കണ്ണ് കാണാൻ പകയാ. അവൻ നിങ്ങൾ അനുഭവിക്കുക, നിങ്ങൾ കാണുക, നിങ്ങൾ അറിയുക, നിങ്ങൾ അതിനെ ഏറ്റെടുക്കുക, നിങ്ങൾ അതിനെ പിടിച്ചെടുക്കുക, നിങ്ങൾ അതിനെ നന്മ അനുഭവിക്കുക. ഇന്ന് പകൽ ആത്മാവിന്റെ ദൂത് പറയുന്നു, അവൻ ഇവൻ അഗോചരമായ ചിലത് അവൻ ചിലരുടെ വീട്ടിനകത്ത് അത് വെളിപ്പെട്ടു വരികയാണ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്, അവൻ നമുക്ക് ഒരിക്കലും എത്തിപ്പിടിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് അവൻ തിരിച്ചറിയാൻ പാകമാകാത്ത മേഖലകളിൽ അവൻ എവിടെയോ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അവൻ 2 പദം ഞാൻ പറയാം. ഒന്ന്, നമ്മുടെ നഗ്നനേത്രങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ ദൈവം തന്റെ അത്ഭുതങ്ങളെ ഈ മണ്ണിനകത്ത് പകർന്നിരിക്കുന്നു. അവൻ നമ്മുടെ ഈ മൺകൂടാരത്തിനകത്ത് പകർന്നിരിക്കുന്നു. 2 നിങ്ങളുടെ വീട്ടിനകത്ത് പകർന്നിരിക്കുന്നു. അവൻ പക്ഷേ അത് ഇരുള് പിടിച്ചടക്കിയിരിക്കുന്നു. അവൻ ബൈബിൾ പറയുന്നു, ഇരുളോ അവനെ പിടിച്ചടക്കിയില്ല.
യേശുവിനെ പിടിച്ച് ഈരുൾ അടക്കി വെച്ചില്ല. അങ്ങനെയാണെങ്കിൽ യേശുവിൽ വസിക്കുന്ന നമ്മെ ഈരുൾ പിടിച്ചടക്കുകയില്ല. യേശുവുള്ള വീടിനെ ഈരുൾ പിടിച്ചടക്കുകയില്ല. അവിടെ വെളിച്ചം വെളിപ്പെട്ടവരും അഗോചരമായി മറഞ്ഞു കിടക്കുന്ന ചിലത് അവൻ നിന്റെ വീട്ടിനകത്ത് ഇന്ന് പകൽ വെളിപ്പെടുത്താൻ എന്റെ ദൈവശക്തനാണ്. എന്തോ ദൈവം വെളിപ്പെടുത്തും ചില വീട്ടിനകത്ത് ചില വ്യക്തിയോട്. അവൻ പരിശുദ്ധാത്മാവ് ഇടപെടുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് അടുത്ത് വന്ന് തലേ കൈവച്ച് പറയണമെന്നുണ്ട്. പക്ഷെ ഞാൻ അവസാന നിമിഷത്തിൽ ശ്രമിക്കാം. ഹല്ലേലൂയ. അവൻ അഗോചരമായത് നിനക്കറിയാത്തത് എന്തോ നിന്റെ വീട്ടിനകത്തുണ്ട്. അവൻ നീ അറിയാത്ത എന്തോ സംഭവം നിന്റെ വീട്ടിനകത്ത് കിടപ്പുണ്ട്. നിങ്ങൾ ചിലപ്പോ പറയാറില്ലേ, അയ്യോ ഈ വീട് ശരിയാണ്, ഈ വീടിന്റെ ഇരിപ്പ് ശരിയാണ്, അവൻ എന്റെ വഴി ശരിയാണ്, അപ്പൊ എന്തോ കുഴപ്പങ്ങൾ പിന്നിലുണ്ടല്ലോ, അല്ലെങ്കിൽ ഇതിങ്ങനെ അല്ലല്ലോ വെളിപ്പെടേണ്ടത്, അല്ല ഇങ്ങനെ അല്ലല്ലോ നടക്കേണ്ടത്, ഇങ്ങനെ അല്ലല്ലോ സംഭവിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ സംഭവിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അഗോചരമായ ചരത നിന്നെ വെളിപ്പെടുത്തി ഇന്ന് പകൽ ആത്മാവിൽ നിങ്ങൾ ആത്മാവിൽ കയറി വരികയാണെങ്കിൽ, ആത്മാവിൽ എന്നോടൊപ്പം ചേർന്ന് വരികയാണെങ്കിൽ ആ വീട്ടിനകത്ത് എന്തോ അനർത്ഥം ഒളിഞ്ഞിരിപ്പെന്ന് തോന്നുന്ന നിന്റെ കയ്യിൽ നിന്ന് അനർത്ഥത്തെ മനസ്സിലാക്കി ചിലത് വെളിപ്പെടുത്തി ഇന്ന് പകൽ ആ ദൂര ശക്തികളെ യേശുവിന്റെ നാമത്തിൽ അവൻ തകർത്തുകയാണ്. ദൈവാത്മാവ് ചിലത് നിങ്ങളെ വെളിപ്പെടുത്തി തരും. ഞാൻ പല ചില കാര്യങ്ങളൊക്കെ വളരെ വ്യക്തിപരമായിട്ട് ദൈവത്തോട് ആലോചന ദൈവം പറഞ്ഞൊരു കാര്യമാണ്, മോനെ ഞാൻ പറയുന്ന പാതയിൽ കൂടെ നീ നടന്നു പോകുമ്പോ ഞാൻ നിൽക്കാൻ പറയുന്നത് നീ നിന്നോണം. അതെ, അത് ചിലൊരു വെളിപ്പാട്. ഞാൻ പറയുന്ന പാതയിൽ കൂടെ ഞാൻ പറയുന്നത് പോലെ നീ നടക്കുകയാണെങ്കിൽ ഞാൻ നിൽക്കാൻ പറഞ്ഞാൽ നീ അവിടെ നിന്നോണം, ഞാൻ പോകാൻ പറഞ്ഞാൽ നീ അവിടെ പൊക്കണം. അപ്പൊ ഞാൻ പറയാൻ പറയുന്നത് നീ പറഞ്ഞോണം, പറയല്ലെന്ന് പറഞ്ഞ പറയരുത്. നിങ്ങളോടല്ല എന്നോട് പറഞ്ഞ കാര്യം പറയുന്നത്. ഹല്ലേലൂയ. ആമേൻ ആമേൻ സ്തോത്രം. അപ്പൊ പറയുന്ന ഒരു കാര്യം ദൈവാത്മാവ് നിങ്ങളോട് പറയുന്നത് പറയുന്നത് പോലെ അനുസരിക്കുകയാണെങ്കിൽ അനുസരണത്തിനകത്തൊരു അനുഗ്രഹം വെളിപ്പെട്ടു വരും. അനുസരണത്തിനകത്തൊരു അത്ഭുതം കാണപ്പെടും. നിങ്ങൾ അനുസരണത്തിനകത്ത് അനർത്ഥങ്ങൾ വഴിമാറിപ്പോകും. ഇന്ന് പകൽ ആത്മാവിനെ ദൂത് പറയുന്നു. ചിലരുടെ മുമ്പിൽ വെളിപ്പെടുന്ന അനർത്ഥങ്ങൾ വെളിപ്പെടുന്നതിന് മുമ്പേ തന്റെ ഭക്തന്മാരോട് ദൈവം അഗോചരമായ ചിലത് അറിയിച്ച് അനർത്ഥത്തിൽ നിന്ന് മാറുകയാണ്. ഞാൻ ദൈവത്തെ നമ്മൾ അനുസരിക്കുമെങ്കിൽ, ഞാനൊരു കാര്യം പറയുന്നു, ദൈവത്തെ അനുസരിക്കുമെങ്കിൽ, അവൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമെങ്കിൽ അവൻ മറുപടി അയച്ചിരിക്കും. അവൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കും. എന്തൊക്കെയാണ് പരിശുദ്ധാത്മാവ് തൊട്ടടുപെടുകയാണ്. അവൻ ദൈവം നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വരും. അവൻ നിങ്ങളോട് കൂടെ സഞ്ചരിക്കും. പക്ഷെ അവനോട് വിഘടിക്കരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ദൈവശബ്ദം കേട്ടു, ദൈവത്തോട് കൂടെ നടക്കുക. ദൈവത്തോട് കൂടെ നടക്കുമ്പോ ദൈവത്തോട് ഞാൻ വിഘടിക്കരുത്. അവനത് ക്ഷമിക്കത്തില്ല. അവനത് ക്ഷമിക്കാൻ കഴിയത്തില്ല. കാരണം ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ക്രൂശിൽ തറയ്ക്കുമ്പോൾ പിതാവ് തന്റെ ജനത്തെ ഭൂമിയിലേക്ക് നോക്കി. സ്വന്തം പുത്രനെ നോക്കിയില്ല. പാപികളായ നമ്മെ നോക്കി. ഇരുട്ടിൽ കിടക്കുന്ന നമ്മെ നോക്കി. വേദനിച്ച് കിടക്കുന്ന നമ്മളെ നോക്കി. രോഗിയായി കിടക്കുന്ന എന്നെ നോക്കി. പാപിയായി കിടന്ന എന്നെ നോക്കി. പാപ ലോകത്തിൽ നിന്ന് എന്നെയും നിങ്ങളെയും പൊക്കിയെടുത്ത് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മലപടങ്ങളിലെ ഗുപ്തനിധികളെയും നമ്മൾക്ക് തരാൻ അവിടെ മുഖം മറച്ചെങ്കിൽ ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ ദൂത് പറയുന്നു. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമ്മെ ആദരിച്ച ദൈവം അവനോട് കൂടെ ചേർന്ന് നടക്കുമെങ്കിൽ, അവനോട് കൂടെ വികരിക്കാതിരിക്കുമെങ്കിൽ ഇന്ന് പകൽ ആത്മാവ് പറയുന്നു, ഇത് ഏറ്റവും വലുത് വെളിപ്പെടുത്താൻ പോകുകയാ. എവിടെയൊക്കെയോ ഇരുന്ന് പിടിച്ചു വെച്ചത് നിങ്ങൾ ആത്മാവിൽ കയറി വന്നോടെ പറ്റുമെങ്കിൽ ഞാൻ ആത്മാവിൽ ദൂതറിയിക്കുന്ന അടുത്ത ഭാഗം വെളിച്ചങ്ങൾ വെളിപ്പെടുന്നത് പോലെ, ഒരു പ്രഭാതം ഉദിക്കുന്നത് പോലെ ചിലർക്ക് പുതിയ വഴികൾ, വാതിലുകൾ, അനുഗ്രഹങ്ങളെ തുറന്നുവിടാൻ സ്വർഗം ആഗ്രഹിക്കുകയാണ്. അവനോട് വിഘടിക്കാതെ, അവനോട് പരാതി പറയാതെ, അവനോട് കൂടെ നിന്ന് അവൻ പറയുന്നത് കേട്ടനുസരിക്കാൻ ഇന്ന് പകൽ ആത്മാവ് പറയുന്നു. ചില അപകടകരമായ
നമുക്ക് ചിലതൊന്നും അറിയത്തില്ല, നമുക്ക് ചിലതൊന്നും മനസ്സിലാകത്തില്ല. പക്ഷെ ദൈവത്തിനെല്ലാം അറിയാം. ദൈവത്തിന് അറിയാം. കഴിഞ്ഞിടയ്ക്ക് ഒരാൾ പറഞ്ഞു, എന്റെ വീട്ടിനകത്ത് ഒരാളെന്ന് വെച്ചിട്ട് കൊണ്ടിട്ടു. അതുകൊണ്ട് അത് എടുക്കാൻ വേണ്ടി ഒരാളെ വിളിച്ചു. എടുത്തപ്പോ 30,000 രൂപയായി. ഞാൻ വെച്ച് സമ്മാനം കിട്ടിയ എന്തെങ്കിലും ഇട്ടോട്ടെ, അതൊക്കെ അവിടെ കിടന്നോട്ടെ. ഞാൻ പറയുന്നു, എന്റെ യേശു എന്റെ കൂടെ ഉണ്ടെങ്കിൽ, എന്റെ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ, ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ഇരുള് വെളിച്ചം വെളിപ്പെടരുതെന്ന് പറഞ്ഞ് ഇരുളതിനെ മൂടത്തക്കവണ്ണം നിന്റെ വീടിന് ദോഷമായി ചെയ്താലും എന്റെ ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ അതിന്റെ ശക്തിയെ നിർവീര്യമാക്കിയിട്ട് പ്രതികൂലത്തെ തകർത്ത് കളഞ്ഞ് നീ ജയാളിയായി കയറി വരും, നീ ജയാളിയായി കയറി വരും എന്നുള്ളവർ. ചില വീട്ടിനകത്ത് നന്മ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കഷ്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചില വീട്ടിനകത്ത് നന്മ കയറി കഴിഞ്ഞാൽ കഷ്ടമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ പെട്ടെന്ന് പറഞ്ഞു, പരിശുദ്ധാത്മ പറഞ്ഞു, ഇത് പനി വേറൊന്നും പനിയല്ല, ഇത് സാധാരണമായിട്ടുള്ളതല്ല, ഇത് വേറൊരു സംഭവം. കഴിഞ്ഞിടയ്ക്ക് 1 വർഷമായി തോന്നുന്നു. അത് നമ്മളെ ഞാൻ പറഞ്ഞത് സുഖമില്ലാതെ പെട്ടെന്ന് ഉറക്കമില്ലാതൊക്കെ പ്രാർത്ഥന. ഞാൻ പറഞ്ഞു, ഇതൊന്നും അല്ല, ഇതൊരു വേറൊരു സംഭവം. ഒരൊറ്റ പ്രാർത്ഥന സുഖമായിട്ട് കിടന്നുറങ്ങി. ഞാൻ പറഞ്ഞതിന്റെ സാരം ഹല്ലേലൂയ. ചില നന്മകൾ വീട്ടിനകത്ത് കയറി വരുമ്പോൾ ചിലർക്കത് ഇഷ്ടമല്ല. നമുക്കകത്ത് കുഴപ്പമില്ലെന്ന് തോന്നല്ലേ? അടുത്തിരിക്കുന്ന ആളോട് വളരെ ദൈവം അനുഗ്രഹിക്കാൻ പോകാന്ന്, അടുത്തിരിക്കുന്നവരുടെ കൈ കൊടുത്ത് പറ, ദൈവം വളരെ അനുഗ്രഹിക്കാൻ പോകാന്ന്. ഓ ഹോളി സ്പിരിറ്റ് ഹല്ലേലൂയ. ആമേൻ ആമേൻ. നമ്മൾ ബൈബിള് പറയുന്നത്, നിന്റെ അനുഗ്രഹം കണ്ട് ശത്രു പല്ല് കടിച്ച് ഇഷ്ടപ്പെടാൻ. ഞാൻ നിങ്ങളൊന്ന് ചിരിക്കും. ഹല്ലേലൂയ ആമേൻ. നമ്മുടെ അനുഗ്രഹം കണ്ടിട്ട് ശത്രു എന്നിട്ടോ ഊരിപ്പോകും. അതിനർത്ഥം ഇവൻ ഇഷ്ടപ്പെട്ടില്ല, അത്രേ ഉള്ളൂ. ഇല്ലേ, അവന് ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ എന്തെങ്കിലും ഇപ്പൊ ഒരു ഇതിനകത്ത് ബിസിനസ് ചെയ്തവരൊക്കെ ഉണ്ട്. ചിലരൊക്കെ ബിസിനസ് തുടങ്ങി അടുത്തിരിക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അടുത്തിരിക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ടില്ല. കഴിഞ്ഞിടയ്ക്ക് ഇന്നലെ ഞാൻ തോന്നുന്നു, എനിക്കൊരു ക്ലിപ്പ് കിട്ടി, വാർത്തയാൻ തോന്നുന്നു. അതിനകത്ത് കണ്ടതാണ്, ഒരു വീട്ടിന്റെ മുറ്റത്ത് ഒരാൾ കൊണ്ടുവന്നിട്ട് ഒരു തകർത്ത് കൊണ്ടത് കുഴിച്ചിടാൻ പോയി. വീട് മാറിപ്പോയി കയറിയത് സംഭവം. തന്നെ CCTV ഉണ്ടായിരുന്ന ക്യാമറയിൽ അപ്പൊ തന്നെ പിടിച്ചു, വഴിക്ക് വെച്ച് പിടിച്ച് പോലീസിനെ ഏൽപ്പിച്ചു. ഇനി മേലല്ല അയാളത് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, എന്തിനാ ഇതിന്റെയൊക്കെ ആവശ്യം? അവൻ വളർന്നോട്ടെ, വളരാതിരിക്കട്ടെ, നമുക്ക് എന്താ കുഴപ്പം? അടുത്തിരിക്കുന്നവൻ നല്ലതുപോലെ അനുഗ്രഹിക്കപ്പെടട്ടെ, നമുക്ക് എന്താ കുഴപ്പം? അവൻ അനുഗ്രഹിക്കപ്പെട്ടാൽ ഒരു ചായ എനിക്കും കിട്ടുകയാണ്. ആമേൻ പറഞ്ഞില്ല നിങ്ങൾ ആരും. മക്കളെ, നമ്മുടെ അയൽവക്കത്ത് അനുഗ്രഹമാണെങ്കിൽ ഒരു ചായ നമുക്ക് കിട്ടുകയല്ലേ? നമുക്ക് കഷ്ടം വരുമ്പോൾ ഒരു 100 പദം സഹായിക്കുകയല്ലേ? അവൻ വളരട്ടെ, ഇന്ന് പകൽ അങ്ങനെ ആത്മാവനോട് പറയുന്നു. ചിലരെയൊക്കെ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുക. നിനക്കെതിരെ നിൽക്കുന്ന ശത്രു ഒന്നുമില്ലാതാകാം. ശത്രുവിനെ സ്നേഹിപ്പീൻ. ശത്രുക്കൾ ചെതറി മാറിപ്പോകും. കാരണം ഞാനൊരു കാര്യം, ഇരുട്ടിലിരിക്കുന്ന നിക്ഷേപങ്ങൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടണം. ഇരുട്ടിനകത്ത് ഇരുള് കൊണ്ടുവച്ച സാധനത്തെ നമുക്ക് മനസ്സിലായി കിട്ടണം. മനസ്സിലായി കിട്ടണം. അത് മനസ്സിലാകുന്ന സമയത്ത് നമ്മൾ അതിനെ കണ്ടുപിടിക്കുമ്പോൾ ബൈബിൾ പറയുന്നു, ദോഷമായി നിനക്കൊന്നും സംഭവിക്കത്തില്ല. പാമ്പുകളെ, തേടുകളെ, ശത്രുവിന്റെ സകല ബലത്തിൽ നിനക്ക് ചവിട്ടുവാൻ ഞാൻ അധികാരം തരിക. ഈ അധികാരം വെളിപ്പെട്ടു എന്ന് മനസ്സിലാകുമ്പോൾ അതിന്റെ മുകളിലേക്ക് അങ്ങ് കാല് വെക്കണം. കാല് വെച്ചിട്ട് പറയണം, നീ തകർന്നു, ഞാൻ വളരാൻ പോകുകയാ. ഇരുട്ടിന്റെ അകത്ത് ഒളിച്ചു വെച്ച സാധനം ഞാൻ കണ്ടു, ഇപ്പോൾ അതിന്റെ കാൽ കീഴെയാണ്. ഇനി മുതൽ ഞാൻ വളരാൻ പോകുകയാണ്. ദൈവജനത്തെ അനുഗ്രഹത്തിലേക്ക് തടസ്സമായി നിൽക്കുന്ന ഒരു മേഖലയാണ് ഇരുള്. ഇരുള് കയറി നിൽക്കുമ്പോൾ മറന്നു കിടക്കുന്ന അതിനകത്ത് ഇരിക്കുന്ന നിക്ഷേപങ്ങളെ കാണാൻ കഴിയാതെ പലപ്പോഴും നമ്മൾ തേടി നടക്കുകയാണ്. എവിടെയാണ് എനിക്കുള്ള അനുഗ്രഹമുള്ളത്? എവിടെയാണ് എനിക്കുള്ള വിടുതലുള്ളത്? എവിടെയാണ് എനിക്കുള്ള ആശ്വാസമുള്ളത്? ആശ്വാസം നിന്നിലുണ്ട്. ആശ്വാസം നീ ഇരിക്കുന്നിടത്തുണ്ട്. ആശ്വാസം നിന്റെ കൂടെയുണ്ട്. പക്ഷെ ഇതെന്നെ മറച്ചു വെച്ചിരിക്കുകയാണ്. ഇന്ന് പകൽ ആശ്വാസം നിനക്ക് തിരികെ തരാം. ആ നന്മ നിന്റെ കയ്യിൽ ഏൽപ്പിക്കാം. ഇരുട്ടിലെ നിക്ഷേപങ്ങൾ നിന്റെ കയ്യിൽ തരാം. അവനെ വിളിച്ചപേക്ഷിക്കാം. അവൻ നിനക്ക് ഉത്തരമരുളുകയാണ്. ഹല്ലേലൂയ.
അവൻ ഒരു 2-3 ഭാഗത്തേക്ക് നമ്മൾ കയറി ഓടി 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 പോയി. 74 സങ്കീർത്തനം അതിന്റെ 13-ാമത്തെ വാക്യം തോന്നുന്നു, എന്റെ ഓർമ്മയിൽ. ഹല്ലേലൂയ. അവിടെ പറയുന്ന ഒരു വാക്യം ഇതാണ്: ലിവ്യാതാന്റെ തലകളെ തകർത്ത് അവൻ കാടപ്പക്ഷികളെ മരുഭൂനിവാസികൾക്ക് പറഞ്ഞയച്ചു. അവൻ ആരുടെ തലയെ തകർത്തു? അവൻ ലിവ്യാതാന്റെ തലയെ തകർത്തു. അവൻ അങ്ങനെയാണെങ്കിൽ ആ ലിവ്യാതാന്റെ തലയെ തകർത്തപ്പോൾ അവൻ മരുഭൂമി നിവാസികൾക്ക്, ഒന്നുമില്ലാത്ത ദേശത്ത് അവൻ മരുഭൂമിയിൽ കാടപ്പക്ഷികൾ വെളിപ്പെട്ടു വന്നു. വാക്യം. ഹല്ലേലൂയ. തലകളെ നീ തകർത്തു, മരുവാസികളെ ജനത്തിന് അതിന് ആഹാരമായി കൊടുത്തു. ഉറവും ഒഴുക്കും തുറന്നു വിടുന്നേക്ക് ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. ലിവ്യാതാന്റെ തലയെ തകർത്ത് മരുഭൂ നിവാസികൾക്ക് കാടപ്പക്ഷികളെ കൊടുത്തു. അതിന്റെ അർത്ഥം എന്താണ്? ലിവ്യാതാന്റെ തല അത് വിശാലമായി പരന്നു കിടന്നിരിക്കാം. ഒരു പക്ഷേ അതിന്റെ മറവിനകത്ത് കാടപ്പക്ഷികളെ മറച്ചു വെച്ചിരിക്കുക. എന്തിനേറെ പറയുന്നു, ഇസ്രായേൽ ജനത്തിന് മരുഭൂമിയിൽ കിട്ടേണ്ടിയ നന്മകളെ മൊത്തം ഈ ലിവ്യാതാൻ മറച്ചു വെച്ചു. അവൻ ദൈവമായ കർത്താവ് അവന്റെ തലയെ തകർത്തു. അത് തകർന്നപ്പോൾ അവൻ മരുഭൂ നിവാസികൾക്ക് അവൻ കൈയെത്തും ദൂരത്ത് കാടപ്പക്ഷികളെ കണ്ടു. പറഞ്ഞില്ല. അവൻ എവിടെയൊക്കെയോ ചിലത് തകടഞ്ഞു വെക്കുമ്പോ, എവിടെയൊക്കെ മറച്ചു വെക്കുമ്പോ അവൻ അതിന്റെ തലയെ തകർത്തപ്പോൾ അവൻ കൈയെത്തും ദൂരത്ത് അവരുടെ അനുഗ്രഹം വെളിപ്പെട്ടു വന്നു. കാൽവരി ക്രൂശിൽ യേശു ക്രിസ്തു സർപ്പത്തിന്റെ തലയെ തകർത്തപ്പോൾ അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ പറഞ്ഞ് ഏറ്റെടുത്തോട് നിനക്കുള്ള അനുഗ്രഹം കാണത്തക്കവണ്ണം നിന്റെ കണ്ണ് തുറക്കുകയാണ്. നിനക്കൊരു വെളിച്ചം വെളിപ്പെടുകയാണ്. ഇന്ന് പകൽ ആത്മാവ് പറയുന്നു, ചിലത് തടഞ്ഞു വെച്ചത് സ്വർഗം പുറത്തു കൊണ്ടുവരികയാ. മരുഭൂമി നിവാസികൾക്ക് കാടപ്പക്ഷികളെ കൊടുക്കാൻ അത് തടഞ്ഞു വെച്ചിരുന്നത് ഒരു സാധനം ഏതുമായിരുന്നു? ലിവ്യാതാന്റെ ഒരു തലയായിരുന്നു. എന്ന് വെച്ചാൽ അവരിങ്ങനെ വിരിഞ്ഞങ്ങ് നിൽക്കുകയാണ്. ചിലപ്പോഴൊക്കെ കണ്ടില്ലേ, ചെറുപ്പമൊക്കെ അങ്ങ് വിരിഞ്ഞങ്ങ് പണമൊക്കെ വിടത്തെ അങ്ങ് നിന്ന് കഴിഞ്ഞാൽ ആർക്കും ഒന്ന് പേടിക്കും. എത്ര ധൈര്യമുള്ളവരും ഒന്ന് പേടിക്കും. കാരണം ഇതിങ്ങനെ വിരിഞ്ഞങ്ങാടുകയല്ലേ. ചില സ്ഥലത്തൊക്കെ ഗുണ്ടകളൊക്കെ ഉള്ള സ്ഥലത്ത് അവരങ്ങ് ഗുണ്ടയുടെ അവരുടേതാകുന്ന പ്രൗഢി കമ്പോരത്തോടെ കയ്യിൽ ആയുധങ്ങളും ഒക്കെ നിൽക്കുമ്പോൾ ഏതൊരു ധൈര്യമുള്ള ഒരു അല്പവും നിറയ്ക്കും. കാരണം ഇവന്റെ കയ്യിൽ ആയുധം കൊണ്ട് അവനങ്ങ് അഴിഞ്ഞങ്ങാടുകയാണ്. ഇതുപോലെ ചിലരെ നശിപ്പിക്കാൻ, നന്മകളെ നശിപ്പിക്കാൻ, ശത്രു താണ്ഡവമാടുന്നതിന്റെ നടുവിൽ, രോഗം താണ്ഡവമാടുന്നതിന്റെ നടുവിൽ, ദൂഷ്ടം താണ്ഡവമാടുന്നതിന്റെ നടുവിൽ ഇന്ന് പകൽ ആത്മാവിനോട് പറയുന്നു, ചിലതിന്റെ തലയെ തകർത്ത് കാടപ്പക്ഷികളെ പകർന്നതുപോലെ ഇന്ന് പകൽ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിന്നെ വേട്ടയാടുന്ന, നിന്നെ നശിപ്പിക്കാൻ നോക്കുന്ന ചില തലകളെ തകർത്ത് നിനക്ക് വേണ്ടി അവസരങ്ങൾ കൊടുക്കുകയാണ്. അസാധാരണ ദൂതായിരുന്നു. ചരതിനെയൊക്കെ പൊട്ടിച്ച് ചരന്റെ കയ്യിലേക്ക് നന്മകളെ തരും. ഇനി അടുത്ത പദം, ഇതൊക്കെ മുഖങ്ങൾ തകരുമ്പോ നിങ്ങളൊരു കാര്യം ചെയ്യണം, അതിനെയൊക്കെ കയ്യെത്തി പിടിച്ചോ. ഇത് വെളിപ്പെടുത്തുന്നത് ഇരമ്യാ പ്രവാചകൻ പറഞ്ഞു, എന്ത് പറഞ്ഞ്, ഇരുട്ടിലെ നിശ്ചലമായി അഗോചരവും അഗോചമായ കാര്യങ്ങളെ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. വെളിപ്പെടുമ്പോ നിങ്ങളത് കാണും. അത് കാണുമ്പോ നിങ്ങൾ അതിനെ പിടിച്ചോണം. പിടിച്ചോണം. എവിടെയാണ് നിങ്ങളുടെ നന്മകൾ? ഇത് മറഞ്ഞിരിക്കുകയാണ്. ഇത് ആരും മറച്ചു വെച്ചു? എവിടെയാണ് മറച്ചു വെച്ചത്? ഏദൻ തോട്ടത്തിനകത്തേക്ക് സർപ്പം കയറിയിട്ട് പറഞ്ഞു, ആദത്തിനോട് അവയോടും പറഞ്ഞു, നല്ല തെളിവായിരുന്ന നന്മയെ അവനോട് പറഞ്ഞു, ദൈവ കള്ളമ പറഞ്ഞ ബോഷ്ക പറഞ്ഞു, അതുകൊണ്ട് നിനക്കിത് ഇവിടെയല്ല, ഇനിയും വളരാനുണ്ടെന്ന് പറഞ്ഞു. അവിടെ വെച്ച് അവരതിന്റെ സർപ്പത്തിന്റെ ശബ്ദം കേട്ട് അതനുസരിച്ചപ്പോ അവിടെ നന്മ മറഞ്ഞുപോയി. ഹല്ലേലൂയ. മറഞ്ഞുപോയി. ഹല്ലേലൂയ. അവിടെ വെച്ച് തുടങ്ങിയതാ ദൈവമക്കളുമായിട്ട് വിശ്വാസമായിട്ടുള്ള യുദ്ധം. യുദ്ധം ചെയ്യാനുള്ള കാരണമുണ്ട്. അവരൊരു ഒന്നാം സ്ഥാനത്തേക്ക് നിൽക്കുക, ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തന്റെ അരികിൽ നിന്ന് നാമെ സംഗീതത്തിന് നേതൃത്വം കൊടുക്കുന്ന ലൂസിഫർ ആയിരുന്നു. അവൻ കരങ്ങൾ ഉയർത്തുമ്പോൾ മണികൾ കിലുങ്ങുന്നത് പോലെ ശബ്ദങ്ങൾ മുടങ്ങുമായിരുന്നു. കീബോർഡൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കുന്നത് പോലെ അവൻ കൈകൾ ഉയർത്തുമ്പോൾ ആ ശബ്ദം കേൾക്കാമായിരുന്നു. അവന്റെ അകത്തറിയാതെ എങ്ങനെയോ അല്പം നികളം കയറിയപ്പോൾ പറഞ്ഞു, ഞാൻ മേഘോന്നതങ്ങളിൽ കൂടുകൊട്ടും, ദൈവത്തിന്റെ സിംഹാസനത്തിന് മേലെ കയറി അവൻ സിംഹാസനം വയ്ക്കും, അവിടെ ഇരുന്ന് ഞാൻ അരുളും, അത് ദൈവം കേൾക്കുമെന്ന് പറഞ്ഞു. അതറിഞ്ഞ് മനസ്സിലാക്കിയ ദൈവം തന്നെ വെട്ടി താഴെയിട്ടു. മക്കൾ ചിറകൊടിഞ്ഞ പക്ഷിയാണ് ലൂസിഫർ. ചിറകൊടിഞ്ഞ ശക്തിയാണ് അവന് നമ്മെ തൊടാൻ കഴിയത്തില്ല. ഇന്ന് പകൽ ആത്മാവിന്റെ ദൂത് പറയുന്നു, ഇരുട്ടിന്റെ മേഖലകളെ
മാറ്റുരയ്ക്കുന്ന ആത്മശക്തിയുടെ ഒരു പ്രവാഹം ഇതിനകത്ത് വെളിപ്പെടുകയാണ്. അവിടെ ഒരു വാക്യം കിടപ്പുണ്ട്. അമ്മ കൃപകൾ അങ്ങ് പെരുകി തുടങ്ങി. അമ്മ പാപമുള്ളിടത്ത് കൃപകൾ പെരുകി. അമ്മ പാപമുണ്ടായി ഉള്ളിടത്തുനിന്നല്ല, പാപമുണ്ടായിരുന്നിടത്ത് കൃപകൾ പെരുകി. മക്കളെ, ഈ കാലഘട്ടത്തിൽ അമ്മ പരിശുദ്ധാത്മാവിനോട് രാവിലെ സംസാരിച്ച ഒരു ഭാഗമാണ്. അമ്മ അങ്ങ് കൃപ അങ്ങ് പെരുകാൻ തുടങ്ങുക. അമ്മ കൃപ പെരുകിയാൽ അമ്മ ഒരു കാര്യം ഉറപ്പായി, അമ്മ ശത്രുവിന്റെ തേർവാഴ്ചകളെ കാണാൻ തുടങ്ങുക. അമ്മ കൃപാവരങ്ങൾ ജ്വലിച്ചാൽ അധികാരങ്ങൾ വെളിപ്പെടാൻ തുടങ്ങുക. അമ്മ കൃപാവരങ്ങൾ ജ്വലിക്കാൻ തുടങ്ങിയാൽ അമ്മ പിശാചിനെ പേടി വെക്കാൻ തുടങ്ങുക. ഇന്ന് പകൽ ആരുടെയൊക്കെ മേൽ കൃപാവരങ്ങൾ ജ്വലിക്കാൻ പോകുക. ഇരുട്ടിന്റെ മേഖലകളിൽ നിന്ന് ഇരുട്ടിലെ നിക്ഷേപത്തെ കണ്ടെടുക്കുന്ന, ഇരുട്ടിലെ മറുപടങ്ങളിലെ ബുദ്ധനികളെ പിടിച്ചെടുക്കുന്ന അത് കൃപാവരങ്ങൾ അത് ചിലരുടെ മേൽ പകരുകയാണ്. ഇങ്ങോട്ട് കയറുമ്പോ ഇച്ചിരി ആരാധനയൊക്കെ പറയും. നാം ഇച്ചിരി കൃപാവരമൊക്കെ പ്രാപിക്കണം. ഈ കാലഘട്ടത്തിൽ മങ്ങിപ്പോയ കൃപാവരങ്ങളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരണം. അമ്മ നമ്മളൊക്കെ ചിലപ്പോൾ ചെയ്യാറില്ല. അലമാരയിലെ മുകളിലൊക്കെ കിടക്കുന്ന പാത്രങ്ങളൊക്കെ തട്ടിക്കുടച്ച് കഴുകി വെളിപ്പാക്കി അമ്മ ആവശ്യത്തിന് ഉപയോഗിക്കാൻ കൊണ്ടുവരുന്നത് പോലെ മറഞ്ഞു കിടക്കുന്ന കൃപാവരങ്ങൾ നമ്മുടെ പ്രാർത്ഥനാ ജീവിതങ്ങൾ, വിശ്വാസ ജീവിതങ്ങൾ, വിശുദ്ധിയുടെ ജീവിതങ്ങൾ, അമ്മ നേരുള്ള സംസാരങ്ങൾ, നേരുള്ള നടപ്പുകൾ, ഇതിനെയൊക്കെ വ്യക്തിപരമായി മാന്യമാക്കി കൊണ്ടുവരികയാണെങ്കിൽ അവ കൃപാവരങ്ങൾ ചിലരുടെ മേൽ പകരും. അങ്ങനെ പകരപ്പെടുന്ന കൃപാവരങ്ങൾ സൂക്ഷിക്കുന്നവരുടെ മേൽ അവൻ തെളിയും. ദൈവം ചില അധികാരങ്ങൾ പകരും. അധികാരം ഉപയോഗിച്ച് ഇരുട്ടിലെ നിക്ഷേപങ്ങൾ, മറവിടങ്ങളിലെ ഗുപ്തനിധികളെയോ വെട്ടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയും. അവ ചില ഖനി ഗർഭത്തിനകത്ത് നിന്ന് അവ ചിലരെ പുറത്തു കൊണ്ടുവരുന്നത് പോലെ അനുഗ്രഹത്തിന്റെ കലമറയായി അവ ചിലരെ പുറത്തു കൊണ്ടുവരാൻ അപ്പോൾ ഈ മരുഭൂനിവാസികളുടെ നടുവിൽ ലിവ്യാതാന്റെ തലയെ തകർത്തപ്പോൾ അവർക്ക് നന്മ കിട്ടി. ഇന്ന് ഇതിനകത്ത് ആരോ മരുഭൂനിവാസികളെ പോലെ ഇരിക്കുമ്പോൾ ആത്മാവനോട് പറയുന്ന ഒരു ദൂതുണ്ട്. അവൻ നിന്റെ നന്മയെ മറച്ചു വെച്ചൊരു ലിവ്യാത ഇന്ന് തകരപ്പെടാൻ പോകുകയാ. അവൻ നിന്റെ നന്മയെ മറച്ചു വെക്കുന്ന ലിവ്യാത അവൻ ഇന്ന് പകുതി ആരാധനയിൽ തകരാൻ പോകുകയാ. അവൻ ആരാധിച്ചെടുത്ത് അവൻ നിന്റെ നന്മയെ മറച്ചു വെക്കുന്ന, അവൻ നിന്റെ അനുഗ്രഹത്തെ മറച്ചു വെക്കുന്ന അവൻ ലിവ്യാതാന്റെ ശക്തികളെ ഇന്ന് പകൽ ഇവിടെ വെച്ചത് പകരുകയാണ്. ഇവൻ വിചാരിച്ചു മരുഭൂമിയിലായിരുന്നു ഇവര് വിശന്നൊക്കെ ചത്തുപോകും. ഇവരാഗ്രഹിച്ചതൊന്നും ലഭിക്കത്തില്ലെന്ന്. ഇതിനെല്ലാം നോക്ക്, ശത്രു ഓരോ വഴികളായിട്ട് ചിലരെ ഒതുക്കുകയാണ്. ഓരോ വഴികളായി ചിലർക്ക് വേണ്ടി ഒതുക്കുകയാണ്. അപ്പൊ ഈ മേഖല നമ്മൾ തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞിട്ട് മക്കളെ ഇന്ന് പകൽ നമ്മുടെ ഒരു പ്രാർത്ഥനയുടെ ശൈലിയൊക്കെ മാറ്റിയിട്ട് കൃപാവരങ്ങളോടുകൂടെ പ്രാർത്ഥിക്കണം. അവൻ പാപമുള്ളിടത്ത് കൃപ പെരുകി. അവൻ പാപമുള്ള സമൂഹത്തിനകത്ത് നിന്നിൽ കൃപ പെരുകയാണെങ്കിൽ, പിശാച് പിടിച്ചു വെച്ച സ്ഥലത്ത് നിന്നിൽ കൃപ പകരുകയാണെങ്കിൽ, അവൻ പിശാച് ഒതുക്കിയെടുത്ത് നിന്റെ കൃപ പെരുകി വരുന്നെങ്കിൽ, അവൻ പിശാച് തടഞ്ഞു വെച്ച എടുത്ത് നിന്റെ കൃപ പെരുകി വരുന്നെങ്കിൽ, ഇന്ന് പകൽ ആത്മാവ് പറയുന്നു ചിലതിനെ നീ വെട്ടിപ്പിടിക്കും. ഇനി ഒരു കാര്യം കൂടെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. പ്രവചന ശബ്ദങ്ങൾ അതുപോലെ സ്വീകരിക്കാൻ പറ്റിയാൽ അവിടെ ഒരു അനുഗ്രഹം. ആ ഒരു പദം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എലീശ പ്രവാചകന്റെ കാലത്ത് പ്രവാചക ശിഷ്യനാകുന്ന ഒരു വ്യക്തിയുടെ ഭാര്യ മരിച്ചിട്ട് അടുക്കലേക്ക് കയറി വരുമ്പോ തന്റെ ജീവിതത്തിൽ ഒത്തിരി കടങ്ങളുണ്ടായിരുന്നു. തന്റെ ഭർത്താവ് ഉണ്ടായിരുന്ന കാലത്ത് ഒത്തിരി കടങ്ങളുണ്ടായിരുന്നു. കടമുള്ളവർ ശ്രദ്ധിച്ചു കേട്ടോ, ഇതൊരു മുഖം പൊട്ടുവില്ല. കടപെട്ടുന്ന സമയത്ത് പ്രവാചക ശിഷ്യന്റെ ഭാര്യ വന്നിട്ട് പറയുകയാണ്, പ്രവാചകനോട് പറയുകയാണ്, വേറെ എവിടെയും ആ മനുഷ്യൻ പറയാൻ പോയില്ല, പ്രവാചകന്റെ അടുക്കൽ മാത്രമേ പറഞ്ഞുള്ളൂ. നാട്ടുകാരോട് അയൽവക്കക്കാരോട് പറഞ്ഞില്ല, മൊത്തം പാട്ട. അവരെല്ലാം തന്റെ മക്കളെ അടിമയാക്കി പിടിച്ചുകൊണ്ടു പോകാൻ നിന്നപ്പോൾ പ്രവാചകന്റെ അടുക്കൽ വന്ന് കാര്യം പറഞ്ഞപ്പോൾ പ്രവാചകൻ ചോദിച്ചു, നിന്റെ കയ്യിൽ എന്തുണ്ട്? ആ മകള് പറഞ്ഞു, എന്റെ കയ്യിൽ അല്പം എണ്ണ മാത്രമേ ഉള്ളൂ. അവിടെ പറഞ്ഞ അടുത്ത പദം, അയൽവക്കക്കാരോട് പാത്രം മേടിച്ച് വീട്ടിൽ വെച്ചു കഥ കടച്ച് നീ പാത്രം
പാത്രത്തിലേക്ക് പകരണം. അവൻ പാത്രങ്ങൾ കുറയരുത്. അവൻ അതിന്റെ അർത്ഥം അവൻ പ്രവാചകൻ പറഞ്ഞു പകരുക. ആ മകൾ പകരാൻ തുടങ്ങി. എന്താ വിശ്വാസം? എന്താ അവിടെ കാണാനുള്ളത്? പകരാൻ ഒന്നും കാണാനില്ല. പക്ഷേ ആ മകൾ പറഞ്ഞതിന് പകരം ഒരു പാത്രത്തിൽ നിന്ന് അടുത്ത പാത്രത്തിലേക്ക് പകർന്നപ്പോ അവൻ പകരാൻ തുടങ്ങിയത് നിന്നില്ല. അതിനകത്ത് നിറയാൻ തുടങ്ങി. ഇത് പ്രാക്ടിക്കലി ചിലത് നിങ്ങൾ വിശ്വാസത്താൽ ചെയ്യുകയാണെങ്കിൽ അവൻ നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസത്താൽ അവൻ ചിലത് പകരുമ്പോൾ പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ അവൻ നിങ്ങളുടെ വീട്ടിനകത്ത് അവൻ മനോഭാവങ്ങൾ വെളിപ്പെടുകയാ, അത്ഭുതങ്ങൾ നടക്കുകയാ. ഇതുവരെ കാണാത്ത അനുഗ്രഹങ്ങൾ, ഇതുവരെ കണ്ട കഷ്ടത്തിൽ നിന്ന് പുറത്തു വരവ് അവൻ ദൈവമയക്കുകയാണ്. നമുക്ക് മനുഷ്യ സഹജം. ഇതൊക്കെ മനുഷ്യൻ നമ്മൾ ഇടത്തിരിക്കുന്നവൻ എന്തോ വിചാരിക്കും, വലത്തിരിക്കുന്നവൻ എന്തോ വിചാരിക്കും. അമ്മേ ഒരിക്കലും ഒരു ദൈവദാസന് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട്, 1,00,000 രൂപ നാളെ പ്രഭാതത്തിൽ ആവശ്യം. അദ്ദേഹം 1000 രൂപ നോട്ടുള്ള സമയമായിരുന്നു. അദ്ദേഹം 1000 രൂപ നോട്ടിന്റെ കണക്കിന് 1000 രൂപ പേപ്പർ താളുകൾ കുറിച്ചിട്ട് രാവിലെ വരുന്നേണ്ടി. നേരം വെളുത്തപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഇന്നലെ എനിക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല, എന്നോട് ആരോ സംസാരിക്കുന്നത് പാസ്റ്റർക്ക് 1,00,000 രൂപ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. 1,00,000 രൂപ കിട്ടുമോ? അവൻ മനസ്സിലായി. ഞാനിത് പറയുന്നത് നിങ്ങൾ അങ്ങനെ കൊണ്ടു കൊടുക്കണമെന്നില്ല. അമ്മ പേപ്പർ പിടിച്ചു അദ്ദേഹത്തിന് കാഴ്ചപ്പാടിൽ അദ്ദേഹം ചെയ്തത് പ്രാക്ടിക്കലി ഞാനത് ചെയ്താൽ ചെയ്താൽ ഒരിക്കലും ഒരു ദൈവദാസൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോ പറഞ്ഞു, അവൻ രാജ്യങ്ങളിലേക്ക് പുറപ്പെടണമെങ്കിൽ എന്തോട് ഈ പാസ്പോർട്ടിനകത്ത് സ്റ്റാമ്പ് അടിച്ചോളാൻ പറഞ്ഞു. ഒരു അടുത്തിരുന്ന ഒരു ദൈവദാസൻ പാസ്പോർട്ട് പേജ് തുറന്നിട്ട് ഓരോ പേജിൽ ഓരോ രാജ്യത്തിന്റെ സീരാന്ന് പറഞ്ഞ് അടിക്കാൻ പറഞ്ഞു. 5 വർഷം കഴിഞ്ഞ ദൈവദാസൻ കണ്ടപ്പോ പറയാണ്, ഞാൻ 25 രാജ്യങ്ങളിൽ പോയി. എന്റെ കാര്യം എന്നാന്നറിയാമോ? ഇത് ചെയ്തതാ. കാണാനൊന്നുമില്ല, പോകാനുള്ള ഒരു വഴിയും തുറന്നിട്ടില്ല. പാസ്പോർട്ട് കിട്ടിയതേ ഉള്ളൂ, പക്ഷെ വിസ കിട്ടിയില്ല. രാജ്യങ്ങളിൽ പോകുന്ന ആഗ്രഹമേ ഉള്ളൂ, പക്ഷെ സാധിച്ചില്ല. പക്ഷെ തന്റെ ആഗ്രഹത്തിന് ഒത്തവണ്ണം ദൈവ ശബ്ദം കേട്ടപ്പോൾ അവിടെ വെച്ച് അത് സീൽ ചെയ്തു. അത് സ്വർഗം ചെയ്ത സീലായിരുന്നു. ആ സീലിനെ തകർക്കാൻ ഒരാൾക്കും കഴിഞ്ഞില്ല. ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ പറയുന്നു, അത് ഇതുപോലെ ചിലത് പ്രാക്ടിക്കൽ ചെയ്യുമെങ്കിൽ ഇന്ന് പകൽ ചിലരുടെ വീട്ടിനകത്ത് ചില വഴിച്ചാലുകൾ തുറക്കുന്നത് പോലെ ഒരു അനുഗ്രഹത്തിന്റെ പാത. സമാധാനമില്ലാത്ത വീട്ടിൽ നോക്കിയിട്ട് പറഞ്ഞു, എന്റെ വീട്ടിൽ സമാധാനമാണ്. ഇതുവരെ എല്ലാം ചെയ്തിട്ട് തകർന്നപ്പോ എങ്കിൽ നാളെ മുതൽ എന്റെ വീട്ടിൽ തകരത്തില്ലെന്ന് പറയണം. തകർച്ചകളെ നോക്കി പറയാൻ പാടാ, ഒന്നുമില്ലാത്തത് നോക്കി പറയാൻ പാടാ. പക്ഷെ ഞാനത് പറയുമ്പോ, എന്റെ അതരം അത് സംസാരിക്കുമ്പോ ആ ശബ്ദത്തിന് ദൈവത്തിന്റെ ആത്മാവ് സപ്പോർട്ട് ചെയ്യും. അവൻ അധികാരമുള്ളവൻ സപ്പോർട്ട് ചെയ്യും. അധികാരമുള്ളവൻ അതിനകത്ത് ബലം പകരും. അവൻ പിശാച് പേടിച്ചോടിപ്പോകും. ഹല്ലേലൂയ. ഇനി പറയാം. നാം ഏലിയാവിന്റെ കാലത്ത് ഏലിയാവ് പറഞ്ഞു, എനിക്കൊരു അപ്പം ഉണ്ടാക്കിക്കൊണ്ടേ. അപ്പോൾ പറയാണ്, വിധവ പറയാണ്, ശരാപത്തിന്റെ വിധവ പറയുകയാണ്, എനിക്ക് ഒരപ്പത്തിന്റെ മാവ് മാത്രമേ ഉള്ളൂ, അത് ഞാനും എന്റെ ബാലനും കൂടെ ഉണ്ടാക്കി തന്നിട്ട് ഞങ്ങൾ മരിക്കാനിരിക്കുകയാണ്. ഏലിയാവ് പറഞ്ഞു, ഇപ്പോൾ നീ അത് എനിക്കുണ്ടാക്കി തരിക. എന്നിട്ട് പറയുന്നത്, അവിടുത്തെ പദം പറയുന്നത്, അവിടെ ദേശത്ത് മഴ പെയ്ത് സസ്യാദികൾ വിളഞ്ഞ് അവിടെ അനുഭവം വെളിപ്പെടുന്നത് വരെ അവന്റെ കലത്തിലെ മാവ് തീർന്നു പോയില്ല. ഭരണിയിലെ എണ്ണ കുറഞ്ഞില്ല. എന്റെ ചോദ്യം, ഒരു ദോശയ്ക്കുള്ള മാവല്ലേ ഉണ്ടായിരുന്നുള്ളൂ? പിന്നെ എങ്ങനെ ഇവിടെ വീണ്ടും ഞാൻ ദോശ ചുട്ട്? എന്റെ വിശ്വാസം പ്രവാചകൻ പറഞ്ഞതനുസരിച്ച് ഒരു ദോശയ്ക്കുള്ള മാവ് കോരി ഒഴിച്ചു. അതവിടെ കൊണ്ട് തീർന്നു. എന്നിട്ട് ഇവർ തീർന്നെന്ന് പറഞ്ഞ് പാത്രം കഴുകിയില്ല. അടുത്തത് കോരാൻ തയ്യാറായി. വിശ്വാസം അവിടെ വർക്ക് ചെയ്തു. വിശ്വാസം അവിടെ വെളിപ്പെട്ടു. കൃപ അവിടെ പെരുകി വന്നു. ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, ചിലരുടെ വീട്ടിനകത്ത് വീണ്ടും തിരുപ്പിക്കുകയില്ലെങ്കിൽ, ചില കാര്യങ്ങൾ കൃപകൾ വർദ്ധിക്കുന്നെങ്കിൽ, നിങ്ങളുടെ വീട്ടിനകത്ത് വിശ്വാസം വർദ്ധിക്കുന്നെങ്കിൽ ചിലതൊക്കെ വെളിപ്പെട്ടു വരികയാണ്. മക്കളെ, പിശാചിനെ നിങ്ങളെ തൊടാൻ നോക്കുകയാണ്. അതുപോലത്തെ ഒരു അനുഗ്രഹം നിങ്ങളുടെ കയ്യിൽ തരും. അതുപോലത്തെ ഒരു ദൈവിക വിടുതൽ നിങ്ങളുടെ കയ്യിൽ തരും. മരണമല്ലേ അവസാനം, ജീവനാണ് അവസാനം. അടഞ്ഞ വഴികളെ തുറക്കാൻ നമുക്ക് കഴിയും. ഞാനൊരു കാര്യം പറയാം, ദൈവം നമുക്ക് തുറന്നു വെച്ചതിനെ ആർക്കും അടയ്ക്കാൻ ഒക്കുകയില്ല. പക്ഷെ പിശാച് ഇരുട്ടിനകത്തിട്ട് മൂടി വെക്കുമ്പോ പത്രോസിന്റെ ലേഖനം പറയുന്നത് എങ്ങനെയാണ്? ദൈവം നമുക്ക് അധികമായി ധനവും മാനവും തന്നിട്ടുണ്ട്. 2 പത്രോസ് 1:3 അവരുടെ പെട്ടെന്ന് വായിച്ചേ. 2 പത്രോസിന്റെ 1:3.
തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. ഇനി ശ്രദ്ധിച്ചു കേട്ടെ, ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. നമുക്ക് വേണ്ടിയതൊക്കെ ശ്രദ്ധിച്ചു കേട്ടോ. അപ്പൊ അതൊക്കെ ഹൃദയത്തിൽ ഉറപ്പിച്ചണം. നമുക്ക് വേണ്ടിയതൊക്കെ ദാനം ചെയ്തിരിക്കുന്നു. എവിടെ വെച്ച് ആ ദാനം ചെയ്തു? ക്രൂശിൽ അത് വെളിപ്പെട്ടു വന്നു. ശ്രവൻ പാമ്പിന്റെ തലയെ തകർത്തു. അവൻ അവിടെ വെച്ച് ജയോത്സവം കൊണ്ടാടി നമുക്ക് വേണ്ടിയുള്ളതെല്ലാം പിടിച്ചു വെച്ചതിനെയൊക്കെ പുറത്തു കൊണ്ടുവന്നു. പക്ഷെ ഇന്ന് വരെ നമ്മുടെ കയ്യിൽ കിട്ടിയില്ല. ആമേൻ പറയും. ഹല്ലേലൂയ. ഇന്ന് വരെ നമുക്കത് കിട്ടിയില്ല. സമാധാനം കിട്ടിയില്ല, സന്തോഷം കിട്ടിയില്ല, നന്മ കിട്ടിയില്ല. ഇതെല്ലാം വീണ്ടും അവൻ ബുദ്ധിമുട്ടിലേക്ക് പോവുകയാണ്. പക്ഷെ ഇവിടെ പറയുകയാണ് ക്രിസ്തു എന്തോ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ. ശ്രദ്ധിച്ചു കേട്ടോ, തന്റെ മഹത്വത്താലും തന്റെ വീര്യത്താലും. അതിനകത്ത് ശക്തിയുണ്ട്, ഒരു മഹത്വമുണ്ട്. ഇത് രണ്ടിനാലും നമ്മളെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ, അറിവിനാൽ അവന്റെ ദിവ്യശക്തി. സാധാരണ ശക്തിയല്ല, ദിവ്യശക്തി. ആമേൻ. നമ്മുടെ മേൽ പകരപ്പെടണം ഇത്. ആ ദിവ്യശക്തി നമ്മുടെ മേൽ വെളിപ്പെട്ട് വരണം. അവന്റെ മഹത്വം നമ്മുടെ മേൽ വെളിപ്പെട്ട് വരണം. അവന്റെ പരിജ്ഞാനം നമ്മുടെ മേൽ വെളിപ്പെട്ട് വരണം. അവന്റെ സ്നേഹം നമ്മുടെ മേൽ വെളിപ്പെട്ട് വരണം. അവന്റെ അനുഗ്രഹം നമ്മുടെ മേൽ വെളിപ്പെട്ട് വരണം. ഇത് നമ്മുടെ അകത്തോട്ട് വന്ന് നിറച്ചേക്കാണ് അവിടെ പറയുന്നത്. എന്നിട്ട് വായിച്ചേ, ജീവനും വേണ്ടിയതൊക്കെയും. ഇനി ശ്രദ്ധിച്ചു കേട്ടെ, ജീവനും ഭക്തിക്കും രണ്ട് പദം അവിടെ ഉണ്ട്. ജീവൻ, ഭക്തി. അപ്പൊ ഭക്തിക്ക് വേണ്ടിയത് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കണം. ആത്മാവിനെ അവൻ പകർന്നു ദാനം ചെയ്തിരിക്കുന്നു. ആവശ്യമുള്ളവര് അവൻ അതിനെ അളവ് കൂടാതെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു. അത് സ്വീകരിക്കണം. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. അവൻ പരിശുദ്ധാത്മാവിനോട് കൂടെ നടക്കണം. ഈ ദിവസങ്ങളിൽ നമ്മൾ ആത്മാവിനോട് കൂടെ നടക്കുമ്പോൾ വലിയൊരു മഹത്വം നമ്മുടെ മേൽ വെളിപ്പെട്ടു വരും. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തലത്തിൽ നിങ്ങൾ ഉയർച്ചയിലേക്ക് കയറാൻ പരിശുദ്ധാത്മാവിനോട് കൂടെ ചേർന്ന് നടക്കുക. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനോട് കൂടെ ചേർന്ന് നടക്കുക. അപ്പോൾ പരിശുദ്ധാത്മാവ് അതിന് നമുക്ക് തരും. അതിനകത്ത് പറയാ ധനം, വേണ്ടിയതൊക്കെ, ജീവന് വേണ്ടിയത്. അപ്പൊ ജീവൻ എന്താ വേണ്ടിയത്? നമുക്ക് ജീവൻ നിലനിൽക്കാൻ എന്താ വേണ്ടി? നമുക്ക് ഭക്ഷണം വേണം, വെള്ളം വേണം. പാവത്തിന്റെ ദിവസം പറഞ്ഞ അപ്പത്തെയും വെള്ളത്തെ ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു. അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിച്ചിരിക്കുന്നു. പക്ഷെ ഇതിനകത്തും അനുഗ്രഹമില്ല. ഹല്ലേലൂയ. പക്ഷെ ബൈബിള് പറയുന്നത് നിന്റെ ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെ ക്രിസ്തു ദാനം ചെയ്തിരിക്കുന്നു. നമ്മുടെ മേൽ പകർന്നിരിക്കുന്നു, ദാനം തന്നിരിക്കുന്നു. തന്നിരിക്കുന്നു. അപ്പൊ നമുക്ക് ഇതെല്ലാം ഉണ്ട്, പക്ഷെ നമുക്ക് കിട്ടിയില്ല. ഇവിടെയാണ് നമ്മുടെ ഒരു റൂട്ട് ചിലപ്പോൾ പല സ്ഥലങ്ങളിലേക്ക് തിരിയുന്നത്. നമ്മൾ എവിടെയാണ് ഇത് ഇരിക്കുന്നതെന്ന് നമ്മൾ ആദ്യം ഒന്ന് അറിയണം. രണ്ട്, നമ്മൾ ഇതിനെ കണ്ടുപിടിക്കണം. നമ്മളിതിനെ കണ്ടുപിടിക്കണം. മൂന്ന്, നമ്മൾ ഇതിനെ എതിർക്കാൻ തയ്യാറാകണം. അല്ലെങ്കിൽ ക്രിസ്തുവിൽ ഇതെല്ലാം നമുക്ക് കിട്ടി എന്ന് എനിക്ക് പ്രസംഗിച്ചു വിടാൻ എളുപ്പമാണ്, നമുക്ക് പറഞ്ഞു വിടാൻ എളുപ്പമാണ്. പക്ഷെ ഇതിനെ എടുക്കണം, നമ്മൾ ഇതിനെ കണ്ടെത്തണം. കണ്ടെത്തണം. ഇപ്പൊ ചിലർക്ക് ഞാനൊരു ഉദാഹരണം പറയും, ഇതിനകത്ത് അറിവുള്ളതുപോലെ പറയാം. ഈ നമ്മുടെ അനു ബ്രദർ ഇപ്പോഴുണ്ടാകുന്ന ജോലിയിലേക്ക് ഇറങ്ങിയപ്പോ പുള്ളിക്ക് ജോലിക്ക് പോകാൻ പറ്റിയില്ല. അപ്പൊ പുള്ളിയുടെ അറിവനുസരിച്ച്, പുള്ളിയുടെ അറിവുള്ള അവരനുസരിച്ച്, അതായത് പുള്ളിയെ ജോലിക്ക് കൊണ്ടുപോയ ആൾക്കാരെ അല്ലെ, അവരുടെ അറിവനുസരിച്ച് പുള്ളിക്ക് ശ്വാസം മുട്ടും, ഈ പുകയടിക്കാൻ പറ്റും. അപ്പൊ ഈ പുകയുള്ളവർ ചിലർക്ക് ശ്വാസം മുട്ടുണ്ടാകും. എല്ലാവർക്കും ഈ പണി പറ്റുകയെന്ന്, ആ തൊഴിൽ എല്ലാവർക്കും പറ്റുകയെന്ന്. പക്ഷെ ഞാൻ പറഞ്ഞു, അതല്ല മോനെ, ഇത് ദൈവം തന്നതാ. ദൈവം അത് മാറ്റും, ശ്വാസം മുട്ടും മാറ്റും. അദ്ദേഹം അതുപോലെ എത്ര വർഷമായി? 3 വർഷമായി ജോലിക്കുന്നത്. ഇനി പിന്നെ വന്നായിരുന്ന ശ്വാസം ഇല്ല. അപ്പൊ എന്തുവായിരുന്നു ഇതിന്റെ കുഴപ്പം? തന്റെ റൂട്ട് ഏതായിരുന്നു? അത് തന്നെയാണ് റൂട്ട്. പക്ഷെ ആ റൂട്ടിനെ അടച്ചതാരായിരുന്നു? അമ്മ പറഞ്ഞില്ല. പക്ഷെ ഇരുട്ടിൽ അത് അടയപ്പെടേണ്ടതായിരുന്നു. ഇരുളിന്റെ ആലോചനകളിൽ ആ വഴി അടയപ്പെടേണ്ടതായിരുന്നു. ഒരു പക്ഷെ ആ മകൻ തകർന്നു പോകാൻ തക്ക നിലവാരത്തിൽ ആലോചന അത് മനുഷ്യന്റെ ജീവിതത്തിൽ വന്നേനെ. പക്ഷെ ദൈവാത്മാവ് ദാനമായി നൽകിയതിനെ മറച്ചു വെക്കാൻ ഒരു തല ശ്രമിച്ചപ്പോ പരിശുദ്ധാത്മാവ് ഇടപെട്ടു. അത് അങ്ങനെയല്ല, അതാണ് റൈറ്റ്. അതാണ് റൈറ്റ്. അത് പ്രാർത്ഥിച്ചു, അതൊക്കെ മാറി. പക്ഷെ ഇന്ന് മകൻ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. നാളുകൾ ഇതിനും വലുത് നേടിയെടുത്തോണം. ഹല്ലേലൂയ. ഇതിനും വലുതിലേക്ക് കയറി നിന്നോണ്. രാജാധികാരമുള്ള ഒരു മനുഷ്യനെന്ന് യേശുവിന്റെ മക്കളെ കുറിച്ച് പറയുന്നത്. അതുപോലെ അധികാരമുള്ളവനായി, അനുഗ്രഹമുള്ളവനായി, ദേശത്ത് ഉയർന്ന വാഹനങ്ങളിൽ ഓടി നടക്കുന്ന ഒരു പൈതലായി ദൈവം നിന്നെ ഉയർത്തുമാറാകട്ടെ. ഞാൻ പറഞ്ഞതിന്റെ സാരം, പിശാച് മറച്ചു വെക്കുന്നത് നമുക്ക് വേണ്ടി പകർന്നിരിക്കുന്നതിനെ പിശാച് മറയ്ക്കുന്നു.
അമ്മേ 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 ചിലരൊക്കെ നല്ല ആവേശത്തോടെ ചില തൊഴിൽ തുടങ്ങും. പക്ഷെ തുടങ്ങി കഴിയുമ്പോഴത്തേക്കും വീണ്ടും അതിനകത്ത് ഇരുട്ട് കയറി വന്ന് മൂടും. അവൻ ചിലപ്പോൾ നല്ല ആഗ്രഹത്തോടെ നല്ല കഴിവുള്ള അറിവുള്ള ആൾക്കാരായിരിക്കും. പക്ഷെ ഇതിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുകയില്ല. അവൻ പത്രോസിനെ പോലെ ഇതൊക്കെ നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ മടിക്കുന്ന ഭാഗങ്ങൾ എങ്കിലും ഈ ദൂതിനോട് അനുബന്ധിച്ച് പറഞ്ഞു വിട്ടേ ഒക്കത്തുള്ളൂ. അവൻ പത്രോസിന് കടലിൽ വലയിറക്കാൻ അറിവില്ലാത്തൊരു മനുഷ്യനല്ല. അവൻ വല ഇറക്കി മീൻ പിടിച്ച് നല്ല ശീലമുള്ള, എവിടെ ഇറക്കിയാൽ മീൻ കിട്ടുമെന്ന് അറിവുള്ള മനുഷ്യനാ പത്രോസ്. പക്ഷെ മീൻ വലയിറക്കിയിട്ട് മീൻ കിട്ടുന്നില്ല. അവൻ ഒരു ദിവസം രാത്രി മൊത്തം കയറി വീശിയിട്ടും അതിനകത്ത് ഒരു പൊടി മീൻ പോലും കയറി. അവൻ യേശു കർത്താവ് പറഞ്ഞു, പത്രോസേ നീ വലത്ത് സൈഡിൽ വലയിറക്കി. അവൻ അപ്പോൾ അവിടെ ഇരുള് മൂടി. അത് ശരിയായ തലം, ശരിയായ റൂട്ട്, അവൻ ശരിയായ ഇടം ആര് കണ്ടു? യേശു കണ്ടു. അവൻ എവിടെ അത് ഉള്ളതെന്ന് യേശു കണ്ടു. അവിടെ വലയിറക്കാൻ പറഞ്ഞു, അവിടെ അനുഗ്രഹം വെളിപ്പെട്ടു. അപ്പൊ യേശു ചിലരോട് സംസാരിക്കും. അത് ശബ്ദം കേൾക്കുന്നെങ്കിൽ ഇന്ന് പകലിൽ നിങ്ങൾ ഇറക്കേണ്ടി എടുത്ത് വല ഇറക്കുമെങ്കിൽ ആ വല ഇറക്കുമ്പോൾ നിങ്ങളുടെ അനുഗ്രഹം കയ്യിൽ വെളിപ്പെട്ടു വരും. അവൻ ഇതുവരെ പിശാച് മൂടിയതിന് അവൻ ദൈവം ദാനമായി നൽകിയിരിക്കുമ്പോൾ ആ ദാനമായി ലഭിക്കേണ്ടത് അത് ശത്രു ഒതുക്കുന്നതിന് ഇന്ന് പകൽ അതിന് റിലീസ് ചെയ്യട്ടെ. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം മക്കളെ അനുഗ്രഹിക്കുമ്പോൾ, ആദമനെ ഹവ്വയെ അനുഗ്രഹിക്കുമ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ മക്കളുണ്ടായി വർദ്ധിച്ച് പെരുകണം, അടുത്ത് ഈ ദേശത്തിലെ സകലതും നിങ്ങൾക്ക് അവകാശമായി തന്നിരിക്കുകയാണ്. നിങ്ങൾ അതിനെ വാഴും. അതിനകത്തൊരു കാര്യമാണ് മത്സ്യം. പക്ഷെ എന്തുകൊണ്ട് പത്രോസിന് അത് കിട്ടിയില്ല? എന്താ അമ്മൻ പറയാത്ത നിങ്ങളെ? ഹല്ലേലൂയ. പത്രോസിന് കിട്ടിയില്ലേ? ഇതിന് മുകളിൽ വാഴാനല്ലേ പറഞ്ഞേ? ഇത് അവർക്ക് ദാനമായി കൊടുത്തതല്ലേ? അവൻ ലോക സൃഷ്ടിക്കകത്ത് വെച്ച് തന്നെ ദൈവം ദാനമായി കൊടുത്ത ഒരു അനുഗ്രഹമാണ് മത്സ്യങ്ങൾ നിങ്ങൾക്കുള്ളതാണെന്നുള്ളത്. പക്ഷെ ഈ മത്സ്യങ്ങളെ പിടിക്കാൻ പോയിട്ട് പത്രോസിന് കിട്ടിയില്ല. ഹല്ലേലൂയ. ഇരുട്ടിലെ നിക്ഷേപം, ഇരുട്ട് മറയ്ക്കുന്ന നിക്ഷേപം. പത്രോസിന്റെ അനുഗ്രഹം കടൽ ജോലിയാ. മീൻ കിട്ടിയാലേ വല്ലതും കിട്ടത്തുള്ളൂ. വീട്ടിൽ എന്തെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ മത്സ്യങ്ങൾ കിട്ടിയാലേ ഒക്കത്തുള്ളൂ. പക്ഷെ ശത്രു അതിനെ മൂടി. പക്ഷെ യേശു അതിനെ തുറന്നു. ഇന്ന് പകൽ ആരുടെയൊക്കെയോ ബിസിനസ് മേഖലകൾ യേശു തുറക്കാൻ പോകുകയാ. അവൻ ശത്രു മൂടുന്ന മേഖല യേശു തുറക്കാൻ പോകുകയാ. അവൻ ആത്മാവിൽ ഏറ്റെടുക്കണം. ഇന്ന് പകൽ അവൻ നന്മയുടെ മേഖലകൾ ശത്രു മൂടുമ്പോൾ അവൻ ഉൽപ്പത്തിയിൽ ലോകാരംഭത്തിൽ തന്നെ നമ്മുടെ മേൽ പകരപ്പെട്ട അനുഗ്രഹത്തെ അവൻ ശത്രു മൂടുമ്പോ ഇന്ന് പകൽ അതിനെ തുറക്കാൻ യേശു അടുത്തു നിൽക്കുകയാണ്. ഇതൊക്കെ വലിയൊരു അസാധാരണമായ ഒരു വെളിപ്പാട് മക്കളെ. നിങ്ങൾ അതിനെക്കുറിച്ച് ഞാൻ അവസാനം കയറി വരുമ്പോൾ നല്ലതുപോലെ നിങ്ങൾക്ക് മനസ്സിലാകും. ഹല്ലേലൂയ. അവൻ ശത്രു മണ്ണിട്ട് മൂടി. ഇനിയിപ്പോ ഇനിയൊരു കാര്യം പറയാം. ഇനി ആ ഒരു തലം കഴിഞ്ഞെന്നിരിക്കട്ടെ. പഴയ കാലത്തിലല്ലേ സംഭവിച്ചു. അടുത്ത ജനറേഷൻ വന്നപ്പോൾ, അബ്രഹാമിന്റെ കാലം വന്നപ്പോൾ ദൈവം വിളിച്ചിറക്കി. അബ്രഹാമിനെ നല്ലതുപോലെ അനുഗ്രഹിച്ചു. അബ്രഹാമിന് ഒരു സന്തതി ഉണ്ടായി, ഇശഹാക്ക് എന്ന പേര്. ഇശഹാക്കിനെ അബ്രഹാം അനുഗ്രഹിച്ചു. പക്ഷേ ഇശഹാക്കിന്റെ മുമ്പിൽ അബ്രഹാമിന് ഒരുക്കിയിരുന്ന സകല കിണറുകളും മുടയപ്പെട്ടു. അത് പെലിസ്തീൻ വന്ന് മൂടി. ഇവനത് കൊടുക്കുകയല്ല. പാരമ്പര്യമായി ലഭിക്കേണ്ട ചിലതൊക്കെ നഷ്ടപ്പെട്ട് കിടക്കുമ്പോ തലമുറയായി അനുഗ്രഹം വരുമെന്ന് പറയുന്നു. പക്ഷെ അതിനെ എവിടെയോ ബ്ലോക്ക് ചെയ്യുമ്പോ ദുഷ്ടൻ മണ്ണിട്ട് മൂടിയതിന്, പെലിസ്ത്യർ മൂടിയതിന് ഇന്ന് പകൽ ഇശഹാക്ക് തുറന്നതുപോലെ ആത്മാവിൽ ചിലത് തുറക്കാൻ കഴിയുന്നെങ്കിൽ ചിലരുടെ മേലൊക്കെ പാരമ്പര്യമായി കുടുംബ പശ്ചാത്തലത്തിൽ ലഭിക്കാത്തത് ശത്രു മൂടി വെച്ചത് ഇന്ന് പകൽ തുറന്നു വരികയാണ്. ഇതെല്ലാം അനുഭവിക്കേണ്ടതാണ്. ഇവരെല്ലാം ഒതുക്കി വെക്കുന്നത്. നമ്മൾ അനുഭവിക്കേണ്ടതാണ് പിശാച് ഒതുക്കി വെക്കുന്നത്. ഇശഹാക്ക് അനുഭവിക്കേണ്ടിയ, ഇശഹാക്കും തന്റെ കുടുംബവും കൂട്ടരും അനുഭവിക്കേണ്ട വെള്ളത്തെ പെരിച്ച് മണ്ണിട്ടങ്ങ് മൂടുക. അതിന്റെ അടിയിൽ വെള്ളമുണ്ട്, പക്ഷെ മുകളിൽ മൂടി വെക്കുക. ഇതെല്ലാം മൂടിയിട്ട് ഇശഹാക്ക് അതിനെ വീണ്ടും തുറക്കുമ്പോ പ്രശ്നം തുടങ്ങി. ഇശഹാക്ക് തുറക്കുമ്പോ ഇശഹാക്കിന് അറിയാം എന്റെ അവകാശമാണെന്ന് ചോദിക്കാൻ പോയപ്പോ പറഞ്ഞു, വെരിച്ചർ പറഞ്ഞു, ഇത് ഞങ്ങൾക്കുള്ളതാ, നിനക്കുള്ളതല്ലെന്ന്. മക്കളെ, ഈ ലോകം ഇങ്ങനെ വാദിക്കും. പക്ഷെ ഇന്ന് പകലിൽ ആത്മാവിൽ തിരിച്ചറിഞ്ഞതിനെ വെട്ടിപ്പിടിക്കണം. ലോകത്തിന്റെ വാദത്തിൽ, ലോകത്തിന്റെ ഇമ്പത്തിൽ, ലോകത്തിന്റെ മോഹത്തിൽ അതിനെ വിട്ടുകൊടുക്കരുത്.
അവൻ ലോകത്തിന്റെ ശക്തികളുടെ മേൽ അതിനെ വിട്ടുകൊടുക്കരുത്. അവൻ നിനക്കുള്ള നന്മയെ നീ വെട്ടിപ്പിടിക്കാൻ അവൻ തയ്യാറാകുന്നെങ്കിൽ അവൻ ദൈവം നിങ്ങളുടെ മേൽ ബലം പകർന്ന്, അവൻ ദൈവം നിങ്ങളുടെ മേൽ കരുത്ത് പകർന്ന്, ദൈവം നിങ്ങളുടെ മേൽ ആരോഗ്യം പകർന്ന് അത് നിങ്ങൾക്ക് വേണ്ടിയത് അത് തരുവാൻ ദൈവശക്തൻ. എനിക്ക് നല്ലതുപോലെ തിരിച്ചറിയാം. എന്റെ പ്രസംഗം മനസ്സിലാകുന്നു. അവൻ നല്ലതുപോലെ മനസ്സിലാകുന്നു. അവൻ നല്ലതുപോലെ തിരിച്ചറിയുന്ന ഒരു ഭാഗം. അവൻ ശത്രു മണ്ണിട്ട് മൂടും. അവൻ കുടുംബമായിട്ട് എനിക്കറിയത്തില്ല കേട്ടോ. അവൻ ആരാധനയോട് അവൻ പ്രാർത്ഥനയൊക്കെ അവൻ വെളിപ്പെട്ട് വരുമ്പോൾ തന്നെ ഒരു ഭാഗത്ത് മണ്ണിട്ട് ശത്രു മൂടുക. ഇസഹാക്കിന്റെ വിശ്വാസമുണ്ട്. എന്റെ അപ്പന്റെ അനുഗ്രഹം എനിക്കുള്ളതാ, എന്റെ അപ്പന്റെ അനുഗ്രഹം എനിക്കുള്ളതാ, എന്റെ അപ്പന്റെ കിണറുകൾ മൊത്തം എനിക്കുള്ളതാ, ഞാൻ വെള്ളം കുടിച്ച് മരിക്കേണ്ടത്, നന്മ അനുഭവിച്ച് ജീവിക്കേണ്ടവന്. പക്ഷെ ഇതിനെ തുറക്കാൻ പോയപ്പോഴത്തേക്ക് വെലിസം വന്ന് വഴക്കുണ്ടാക്കുകയോ ഇത് ഞങ്ങളുടേതാണ്. ഇന്നും പറയുന്നു ലോകവും അതിന്റെ മോഹങ്ങൾ പറയുന്നു ഇതെല്ലാം പിശാചിന്റെ അധികാരത്തിൽ ഇരിക്കുകയാണെന്ന്. പരിശുദ്ധാത്മാവോട് പറയുന്നു നിനക്കുള്ളതൊക്കെ ഞാൻ നിനക്ക് ധാരാളമായി തന്നതാ, അതിലൊന്നു പോലും നഷ്ടപ്പെട്ടു പോകത്തില്ല. അത് ഇന്ന് പകൽ ആത്മാവിൽ അറിയിക്കുന്നു. നിന്റെ വീട്ടിലുള്ള നന്മ, നിന്റെ വീട്ടിലുള്ള തലമുറ, നിന്റെ വീട്ടിലുള്ള ഭാഗത്ത് അത് ഞാൻ നിനക്ക് തന്നത്, അതൊന്നും നഷ്ടപ്പെട്ടു പോകയില്ല. തിരിച്ചറിഞ്ഞ് അവൻ നിനക്കൊള്ളതിന് അവൻ ശത്രു മണ്ണിട്ട് മൂടിയെങ്കിൽ ഇന്ന് നീ തുറക്കാൻ തയ്യാറായാൽ ആത്മാവിനത് വെട്ടിപ്പിടിക്കുക. നേരത്തെ പറഞ്ഞ ഭാഗം കോട്ട് ചെയ്ത് പറയുകയാണ്. വിശ്വാസം ഇവിടെ വർക്കണം, വിശ്വാസം പ്രവൃത്തിയിൽ വരണം. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തത്. അതിനകത്ത് ജീവൻ ഉണ്ടാകത്തില്ല, അതിനകത്ത് അത്ഭുതം കാണത്തില്ല. നേരത്തെ ഞാൻ പറഞ്ഞു അവൻ വിധവയായ പ്രവാചകന്റെ ഭാര്യ അവൾ വന്നിട്ട് കലത്തിലെ ഭരണിയിലെ എണ്ണ പകരാൻ തുടങ്ങിയതുപോലെ ഇസഹാക്കിന് വേണ്ടി തന്റെ അപ്പന്റെ അനുഗ്രഹം മണ്ണിട്ട് പെരിസ്യർ മൂടി വെച്ചപ്പോ ഇസഹാക്ക് അത് വീണ്ടും കുടിക്കാൻ തുടങ്ങിയതുപോലെ ചിലരൊക്കെ കുടിച്ചെടുക്കാൻ ശക്തി ഉണ്ടെങ്കിൽ അപ്പന്റെ അനുഗ്രഹം എനിക്കുള്ളതാണ് പറഞ്ഞ് അതിനെ വെട്ടിപ്പിടിക്കാൻ തയ്യാറാകുന്നെങ്കിൽ ഇന്ന് പകൽ ആത്മാവിൽ തിരിച്ചറിഞ്ഞ് ചില പൈശാചിക മേഖലകളെ വെട്ടി വീഴ്ത്തിയിട്ട് ജനങ്ങൾക്ക് പുറത്തു കൊണ്ടുവരാൻ അസാധാരണമായ സാന്നിധ്യം ഇതിനകത്തേക്ക് ഇറങ്ങി വരുന്നു. ഒരു തലമുറയെ നഷ്ടപ്പെടുത്താൻ പിശാച് മണ്ണിട്ട് ചിലതിനെ മൂടുകയാണ്. ഈ കാലഘട്ടം ഒരു ജനറേഷനെ ക്രിസ്തുവിൽ നിന്ന് അകറ്റാൻ പിശാച് ഇരുളിന്റെ മണ്ണിട്ട് ഇരുളിന്റെ സ്വഭാവമിട്ട് ഇരുളിന്റെ പ്രവൃത്തികളെ അഴിച്ചുവിട്ട് അങ്ങനെ മൂടാൻ ശ്രമിക്കുമ്പോൾ കൃപ പ്രാപിച്ചവർ ആത്മാവിൽ എഴുന്നേൽക്ക് പാവമുള്ളിടത്ത് കൃപ വരികി വരുന്നത് പോലെ യുവതലമുറകളെ നേടാൻ ആത്മാവിന്റെ ശക്തിയാൽ ചിലർ എഴുന്നേറ്റ് വരട്ടെ. അവരോട് വ്യക്തമായിട്ട് ഇടപെടുന്നു. യുവതലമുറകളെ നേടാൻ കൃപയുള്ള ചിലർ എഴുന്നേറ്റ് വരണം. കൃപയുള്ള ചിലർ എഴുന്നേറ്റ് വരണം. ഇത് അന്നേ കാലം ഇനി അധികമില്ല. പിശാചിനോട് യുദ്ധം ചെയ്യുന്ന ബെലിസ്തരോട് യുദ്ധം ചെയ്ത് ഇസഹാക്ക് കിണർ തുറന്നതുപോലെ ബെലിസ്തരോട് യുദ്ധം ചെയ്യുന്ന പുതിയൊരു ജനറേഷനെ പിടിച്ചൊതുക്കുന്ന ഇരുളിന്റെ മേഖലയോട് യുദ്ധം ചെയ്യുന്ന ചിലരെയൊക്കെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. മക്കളെ നമ്മൾ അനുഭവിക്കേണ്ട എന്തൊക്കെയോ പലതും ശത്രു എടുത്തോണ്ട് പോയി. അവൻ മണ്ണിട്ട് മൂടി വെച്ചേക്കാം, നമുക്ക് അറിയത്തില്ലെന്നേ ഉള്ളൂ. ഇത് മണ്ണിട്ട് മൂടി വെച്ചേക്ക, കുടിച്ചാൽ വെള്ളം കിട്ടും. കിണർ കുടിച്ചാൽ വെള്ളം കിട്ടും. കാരണം ഇത് ഇപ്പോൾ കുടിച്ച കിണറല്ല, നേരത്തെ പിതാക്കന്മാർ കുടിച്ച കിണറാ. ഇത് ഇന്നുള്ളതല്ല, അനന്യനായ ദൈവത്തിന്റെതാണ്. ആദ്യവും അന്ത്യനുമായവനാണ് അരുളി ചെയ്യുന്നത്. ലോകാരംഭത്തിന് മുമ്പേ എന്നെ നിർമ്മിച്ചവന്, എന്നെ സൃഷ്ടിച്ചവന് എന്നോട് അരുളി ചെയ്തു. നിനക്ക് മകത്ത് മനോഹരമായത് ഇത് വെളിപ്പെടുത്തുകയാണ്. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിലൂടെ നമുക്ക് കിട്ടുന്നല്ലേ ബൈബിള്. അബ്രഹാമിന്റെ അനുഗ്രഹം എവിടെ കിടക്കുക? കുഴിച്ചിട്ടിരിക്കുകയാണ്, മൂടി വെച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ ധനം, ജീവനുള്ളതൊക്കെ, നമുക്ക് വേണ്ടിയതൊക്കെ ഇരുള്
വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അവൻ പറയാം അവന്റേതാണ്. എങ്ങനെ വിട്ടുകൊടുക്കുന്ന മക്കളെ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ അവൻ ചിലർ പറയാം അവൻ കൊണ്ടുപോകട്ടെ. അങ്ങനെയൊന്നും കൊണ്ടുപോകില്ല. അങ്ങനെ കൊണ്ടുപോകാൻ ഒക്കത്തുമില്ല. അവർ എനിക്കുള്ളത് ദൈവം തന്നതാ, അവൻ നിങ്ങൾക്കുള്ളത് ദൈവം തന്നതാ. എങ്ങനെ പിശാചിനെ എടുത്തോണ്ട് പോന്നെ? അല്ല മക്കളെ, ഞാൻ മാതാപിതാക്കളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ മക്കളെ ശത്രു വന്നിട്ട് പറയുകയാണ് അവരുടേതാന്ന് പറഞ്ഞ് പിടിച്ചോണ്ട് പോയാൽ നിങ്ങൾ വിട്ടുകൊടുക്കുമോ? അതെ, അങ്ങനെയാണ് ദൈവം നമ്മുടെ ജീവന് വേണ്ടി തന്നത് നമുക്ക് വിട്ടുകൊടുക്കാൻ കഴിയുമോ? ഇനി മക്കളോടെന്ന പോലെ ചോദിക്കും. കുഞ്ഞുങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക, ഹല്ലേലൂയ, എവിടെ ശ്രദ്ധിക്കുക, ഹല്ലേലൂയ. നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ അപ്പനമ്മനെ മുമ്പിൽ നിർത്തിയിട്ട് അവരല്ല നിങ്ങളുടെ അപ്പനമ്മ ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകാന്ന് പറഞ്ഞ് നിങ്ങൾ അവരെ കൂടെ പോകുമോ? അമേ, ഹല്ലേലൂയ. നമുക്കുള്ളത് നമുക്ക് തന്നെയാണ്. നമുക്കുള്ളത് നമുക്ക് തന്നെയാണ്. നമ്മളതിനെ വെട്ടിപ്പിടിക്കണം. ഇന്ന് പകൽ അതിനെ തിരിച്ചറിയണം. നിങ്ങളുടെ ദേശത്ത് നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുകയാണ് ദൈവം. നിങ്ങളുടെ വീട്ടിനകത്ത് നിങ്ങളൊരു അനുഗ്രഹമാണ്. അതിനെ അനുഗ്രഹമല്ലാതാക്കുന്ന ഏതൊരു വ്യാപാരം കോറിയോടെ മൂടി നിൽക്കുകയാണ്. ഇന്ന് പകൽ അതിനെ വെട്ടിപ്പിടിക്കുക. ഈർപ്പിനെ വെട്ടിമാറ്റ്. പകൽ വെളിപ്പെട്ടു വരട്ടെ, വെളിച്ചം ഇറങ്ങി വരട്ടെ, യേശു പ്രവർത്തിക്കട്ടെ. എനിക്കറിയാം ചിലതൊക്കെ കെട്ടടിഞ്ഞ് വെളിച്ചം ഇറങ്ങുന്ന എനിക്കറിയാം. അവൻ ധൈര്യം കയറി വരുന്നുണ്ട് മക്കളെ. ഇത് പറയുമ്പോ നിങ്ങളുടെ അകത്തൊരു വിശ്വാസം, ധൈര്യം വർദ്ധിച്ചു വരുന്നെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അത് ലഭിക്കും. അവൻ പിശാച് മൂടി വെച്ചതിന് നിങ്ങൾ വെട്ടിപ്പിടിക്കും. എനിക്കറിയാം ആരുടെയൊക്കെ അകത്ത് ഇതൊരു തിരി കത്തി വിളക്ക് ശോഭിക്കുന്നത് പോലെ അകത്തൊരു പ്രകാശം ഉദിക്കുന്നത് എനിക്ക് കാണാം. ഇന്ന് പകൽ ഞാൻ അത് വിളിച്ചു പറയുന്നു, നിന്റെ നന്മയെ ശത്രുവിനെ പിടിക്കാൻ അനുവാദമില്ല. കാലേബ് പറഞ്ഞ ഒരു ഭാഗം പറയുകയാണ്, അനാക്യ മല്ലന്മാര് ദേശത്തെ മൂടിയില്ല. പക്ഷെ മോശ പറഞ്ഞു, ഇത് നിനക്കുള്ള ദേശം, ഇത് നിനക്കുള്ള ദേശം, ഇത് നിന്റെ നന്മയാണ്, അവിടെ ഇരിക്കുന്നത് നിനക്കുള്ളതാണ്. അപ്പൊ കാലേബ് പറഞ്ഞു, 45 വർഷം പറയുകയാണ്, എനിക്കുള്ളത് എനിക്ക് വിട്ടുതാ, എന്നെ എനിക്ക് കാണിച്ചുതാ, ഞാൻ അങ്ങോട്ടൊന്ന് കയറി ചെല്ലട്ടെ. അവിടെ അനാക്യ മല്ലന്മാരുണ്ട്, പക്ഷെ ഞാൻ അതിനെ വെട്ടിപ്പിടിക്കും. പ്രായമായപ്പോൾ പറഞ്ഞു, എന്റെ നന്മയെ ഞാൻ ശത്രുവിനെ കൊടുക്കത്തില്ല. അതിന്റെ അർത്ഥം അനാക്യ മല്ലന്മാർ കീഴ്പ്പെടുത്തി വെച്ചത് കാലേബിനുള്ളത്. അനാക്യ മല്ലന്മാർ കീഴ്പ്പെടുത്തി വെച്ചേക്ക. കാലേബ് ധൈര്യത്തോടെ പറഞ്ഞു, ഞാൻ അതിനെ ഇപ്പോൾ വെട്ടിപ്പിടിക്കും. എന്റെ സ്ഥലം ഞാൻ വെട്ടിപ്പിടിക്കും, എന്റെ നന്മയെ ഞാൻ വെട്ടിപ്പിടിക്കും. അനാക്യ മല്ലന്മാർക്കിനെ കൊടുക്കത്തില്ല. എനിക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എന്റെ വചനം കാത്തതിനാൽ നിനക്ക് ഞാൻ അത് തുറന്നു തരികയാണ്. ചിലതൊക്കെ മക്കളെ നിങ്ങൾക്ക് വേണ്ടി ദൈവം തുറക്കും. ചിലതൊക്കെ തുറന്നു വരും. ഈ കാലേബിന്റെ ഒരു അനുഗ്രഹം കേൾക്കണം. കാലേബ് അത് വെട്ടിപ്പിടിച്ചപ്പോ തന്റെ തലമുറയെ അച്ചായ ദൂരത്തെ വിവാഹം കഴിച്ചയക്കുന്നത്. പക്ഷെ അവിടെ വെച്ച് അവൾ പറഞ്ഞു എന്ന് പറയാണ്, മാമൻ അപ്പ എന്നെ ദൂരദേശത്തേക്കല്ലേ അയച്ചത്. പക്ഷെ ഇപ്പോൾ എനിക്ക് നന്മയൊന്നും, അവിടെ നീരോട്ടമുള്ള വെള്ളമൊന്നും അവിടെ ഇല്ല. അതുകൊണ്ട് എനിക്ക് നീരോട്ടമുള്ള സ്ഥലം ഇതിനകത്തുനിന്ന് എനിക്ക് വേണം. കാലേബ് പറയാണ്, നിന്റെ ഇഷ്ടം പോലെ ഞാനിത് നിനക്ക് തരിക. നീ അതിനെ എടുത്തുകൊള്ളുക. ഇന്ന് പകൽ ആർക്കൊക്കെ വേണ്ടി ചില നീരോട്ടമുള്ളത്, ഒരു അനുഗ്രഹത്തിന്റെ വാതിൽ, ഒരു പച്ചപ്പ് ആത്മാവിൽ ഞാൻ കാണുകയാണ്. നിനക്ക് വേണ്ടി സ്വർഗം തന്നത്, നിനക്ക് വേണ്ടി വീതം വെച്ച് ദൈവം തന്നത്, അത് ദേശത്ത് നീ വെട്ടിപ്പിടിക്കണം. ഇന്ന് പകൽ അത് നിന്റെ കയ്യിൽ തരും. അപ്പനപ്പന്മാർ മക്കൾക്ക് വേണ്ടി പകരുന്നതിനെ ശത്രു പിടിച്ചു വെക്കുന്നു. പലരുടെ ജീവിതത്തിലും ഇതുപോലെ പലതും തകർന്നു പോകുക, കിട്ടുന്നില്ല. പക്ഷെ അവര് തിരിഞ്ഞു നോക്കുന്നില്ല. ചിലപ്പോൾ അവർ പറയും ശാപമായിരിക്കും, അല്ലെങ്കിൽ അപ്പനപ്പന്മാരുടെ എന്തോ കുഴപ്പമായിരിക്കും. ഇതൊക്കെ ഒരു കുഴപ്പം നമ്മുടെ കണ്ണുകളിൽ, ദൃഷ്ടികളിൽ നമുക്ക് പറയാമെന്നേ ഉള്ളൂ. പക്ഷെ ഇതിനെല്ലാം പിന്നിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ഇതിനെല്ലാം പിന്നിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയുടെ കയ്യിൽ നിന്നാണ് ഈ ലോകത്തിൽ നമ്മൾ ഇതിനെ പിടിച്ചെടുക്കേണ്ടത്. ചിലത് പിടിച്ചെടുക്കണം. ഇന്ന് പകലും നമ്മൾ അതിന് തയ്യാറാണെങ്കിൽ, ഈ വചനങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ, വചനമാകുന്ന വാള് നിങ്ങളുടെ കയ്യിലുണ്ട്. വിശ്വാസം എന്ന പരിചയം കൂടെ എടുത്തോണം. എന്നിട്ട് യുദ്ധത്തിൽ അങ്ങ് ഇറങ്ങിക്കോണം.
അമ്മ പറഞ്ഞില്ല. അമ്മ വിശ്വാസം പോരാ. ഹല്ലേലൂയ. വചനമില്ലേ നിങ്ങളുടെ കയ്യിൽ? വിശ്വാസം എന്ന പരിചയം ഇല്ലേ നിങ്ങളുടെ കയ്യിൽ? അമ്മേൻ അമ്മ ഉണ്ടെങ്കിൽ ധൈര്യത്തോടെ പറയണം, ഞാൻ ഇന്ന് രാത്രി ഈ നിമിഷം മുതൽ ഞാൻ അതിനെ വെട്ടിപ്പിടിക്കാൻ പോകണം. ഇരുള് പിടിച്ചു വെച്ചതിനെ യുദ്ധം ചെയ്യാൻ എനിക്ക് പറ്റും. എനിക്ക് ആത്മമണ്ഡലത്തിൽ യുദ്ധം ചെയ്യാൻ പറ്റും. ഞാൻ പുറമെ യുദ്ധത്തിന് പോകത്തില്ല. ഞാൻ രാത്രിയാമങ്ങളിൽ മുട്ടുമടക്കി ആത്മമണ്ഡലത്തിൽ യുദ്ധം ചെയ്യും. യുദ്ധം ഞാൻ ജയിക്കും. പിശാച് പോകും. അമ്മൻ പറഞ്ഞില്ല. ആമേൻ ആമേൻ ഹല്ലേലൂയ. മക്കളെ, നിങ്ങൾ ജയിക്കും. അമ്മ ഈ സുജേഷ് ഞാനൊരു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു ദർശനം കണ്ടതാണ്. എന്റെ മനസ്സിൽ തോന്നിയതാണോ അല്ല തോന്നിയതല്ല, ഒരു ദർശനം പോലെ കണ്ടത്. നിങ്ങളുടെ കാലില് ഒരു കുഴപ്പം, അന്നത്തെ മുറി വന്നത് ഒരു കുഴപ്പം തന്നെയാണ്. നിങ്ങൾക്ക് ശരീരം താങ്ങി നിർത്താൻ പറ്റാതെ ഭയങ്കര അസ്വസ്ഥത അതിനകത്തുണ്ടാകുന്നത്. ഞാൻ പ്രാർത്ഥിച്ചോണ്ടിരുന്നപ്പോ കണ്ടൊരു കാര്യം, ഞാനിങ്ങനെ ഈ ഒരു ദർശനം പോലെ കണ്ടൊരു കാര്യം, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ കൊണ്ടുവന്ന ഒരു കരം അതിന്റെ മുകളിൽ കൂടി ഇങ്ങനെ ഓടിക്കുമ്പോൾ ഇവിടെ മുറിഞ്ഞു കിടക്കുന്ന ഞരമ്പ് താഴ്ന്നു മുളർന്ന് വളർന്നു വരുന്നു. വളർന്നു വന്നിട്ട് അത് ഒന്നാകുന്നു. അപ്പോൾ നിങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യം ലഭിക്കും. ഇതുപോലൊരു വെളിപ്പാട് ഞാൻ കണ്ടു. പ്രാർത്ഥിച്ചോണം. പിശാച് മുറിച്ചതിനെ കൂട്ടിച്ചേർക്കാൻ നമുക്ക് പറ്റും. കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കും. ഞരമ്പ് വളർന്ന് ഇറങ്ങി വരുന്നത് പോലെ, ഒരു ചെടി നട്ടാൽ അല്ലെങ്കിൽ ഒരു വൃക്ഷം നട്ടാൽ അതിന്റെ വേര് ഇറങ്ങി വരുന്നത് പോലെ, അവൻ വെട്ടി മുറിച്ചാലും വീണ്ടും അതിന്റെ വേര് പൊട്ടിക്കിളർത്ത് വരുന്നത് പോലെ, അവൻ ദൈവം നട്ടതിന്റെ മുകളിൽ ഒരു അസാധാരണമായ ഒരു വളർച്ച ഇന്ന് പകൽ ആത്മാവ് ചിലതമേ ചെയ്തു തരികയാണ്. പിശാച് വെട്ടി മുറിച്ച വേരുകളെ സ്വർഗം ചിലർക്ക് വേണ്ടി വീണ്ടും അതിനകത്ത് കിളർപ്പിച്ച് അത് ഉറപ്പുള്ള വൃക്ഷമാക്കി നിർത്താൻ ഇന്ന് പകരം സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ വൃക്ഷത്തിന് വേര് അത്യാവശ്യമാണ്. വേര് മുറിഞ്ഞു പോയാൽ വൃക്ഷം മറി. ഇല്ലേ, വേര് മുറിഞ്ഞ വൃക്ഷം മറി. പണ്ടൊക്കെ ഞങ്ങൾ ഈ റബ്ബർ മുറിക്കുന്ന സമയത്ത്, ഇപ്പോഴാണ് JCB കൊണ്ടത് പിഴുണൻ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ വേര് ആദ്യം മണ്ണ് മാറ്റിയിട്ട് വേരിനെ ആദ്യം വെട്ടി മുറിച്ചിട്ട് മരം വടവിട്ട് അതിനെ മറിക്കും. അപ്പോൾ ആ വേര് മുറിച്ചാൽ മാത്രമേ വൃക്ഷത്തെ മറിക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ നമ്മുടെ അടിസ്ഥാനം, നമ്മുടെ ഉറപ്പ്, നിലനിൽപ്പ് മുറിച്ചാൽ മാത്രമേ ശത്രുവിന് നമ്മളെ മറിച്ചിടാൻ പറ്റൂ. ഇന്ന് പകൽ അതിനെ തിരിച്ചറിയണം. ഞാൻ കാണുന്ന വെളിപ്പാട് ഞാൻ പറയാം. ഒരു വൃക്ഷത്തിന്റെ വേര് കിളിർത്തു വരുന്നത് പോലെ ദൈവം ചിലതിന്റെ അടുത്തുനിന്ന് വേരുകളെ താഴ്പോട്ടിറക്കിയിട്ട് അതിന് ഉറപ്പുള്ള നിർത്തുന്ന ഒരു വൃക്ഷമാക്കി മാറ്റാം. ഉറപ്പോടെ നിൽക്കുന്ന ഒരു വൃക്ഷമാക്കി മാറ്റാം. ദൈവത്തിന് പദ്ധതിയിടുകയാണ്. ദൈവം ചിലരെ വെള്ളവും വളവും ഒഴിച്ച് ഇന്ന് പകൽ അതിനെ വളർത്തിയെടുക്കുകയാണ്. നിന്റെ വേരറ്റുപോയിട്ടുണ്ടെങ്കിൽ, രണ്ടൊരു ചറ്റും വേരറ്റുപോയ വൃക്ഷം പോലെയാണ് നീ ഓടുന്നതെങ്കിൽ, ഇന്ന് പകൽ ആത്മയുദ്ധം ചെയ്യാൻ തയ്യാറാകുന്നുവെങ്കിൽ നിനക്ക് വേണ്ടി ആ വേരുകളെ വീണ്ടും പുനഃസൃഷ്ടിച്ച് അതുകൊണ്ട് ഇന്ന് രാത്രി ഈ പകലിൽ നമ്മൾ തിരിച്ചറിയണം, നമ്മൾ പോരാടാൻ തയ്യാറാകണം, യുദ്ധം ചെയ്യാൻ തയ്യാറാകണം. നമുക്ക് ഈ പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. ഈ ലോകത്തിലെ അന്ന് സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടത്രേ, ഒരു പൈശാചിക മണ്ഡലത്തോടത്രേ. അവനത്രേ നമ്മുടെ മേൽ ദുഷ്ടത പ്രവർത്തിക്കുന്നത്. അവനത്രേ നമ്മളെ വെട്ടിവീഴ്ത്താൻ ശ്രമിക്കുന്നത്. അവനത്രേ നമ്മുടെ നന്മകളെ തടഞ്ഞു വെക്കുന്നത്. അവനത്രേ നമ്മുടെ പ്രാർത്ഥനയുടെ അനുഗ്രഹങ്ങളെ മറച്ചു വെക്കുന്നത്. അവനോടത്രേ എനിക്ക് യുദ്ധമുള്ളത്. ഹല്ലേലൂയ. മനുഷ്യരോടല്ല എനിക്ക് യുദ്ധം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ യുദ്ധം ചെയ്യാൻ പോകത്തില്ല, രാത്രിയാമങ്ങളിൽ മുട്ടുമടക്കുമെന്ന് പറഞ്ഞത്. രാത്രിയാമങ്ങളിൽ മുട്ടുമടക്കാൻ തയ്യാറാങ്കിൽ നിങ്ങളോട് എതിർക്കുന്ന ശത്രുവിനെ നിങ്ങൾക്ക് വെട്ടി ജയിക്കാൻ കഴിയും. പടവെട്ടി ജയിക്കുന്ന ഒരു പടക്കുതിരയെ പോലെ നിങ്ങൾക്ക് മുമ്പോട്ടോടുവാൻ ഒരു കൈയിൽ വിശ്വാസമെന്ന പരിചയം, മറുകൈയിൽ ദൈവവചനമെന്ന വാളുമായി പുറപ്പെടാൻ രാത്രിയാമങ്ങളിൽ മുഴങ്കാൽ മുടക്കി പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇന്ന് പകൽ ആത്മാവിൽ തിരിച്ചറിയുന്ന ഒരു ദൂത്, നിന്റെ തലമുറ വിജയിക്കും, നിന്റെ തലമുറ കിണറുകൾ കുടിക്കും, അതിലെ വെള്ളം നീ അനുഭവിക്കും. എനിക്കറിയത്തില്ല എന്താ ഇങ്ങനെ ഇതിനകത്ത് കൊണ്ടുപോയി. ഞാൻ എടുക്കാൻ പോയ വിഷയം വേറെയാ. അമ്മേ പരിശുദ്ധാത്മാവ് നല്ലതുപോലെ ഇടപെടുന്നു. മക്കളെ പ്രാർത്ഥന കുറയരുത്. പ്രാർത്ഥന പറയരുത്.
അമ്മ വിശ്വാസം കുറയരുത്, വിശ്വാസം വർദ്ധിക്കണം, വിശ്വാസം വളരണം, വിശ്വാസത്തെ അമ്മൻ എന്ന് പറയുന്നത് പകരണം വിശ്വാസത്താൽ. അമ്മ ഈ ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ദൈവം പിശാച് പറയും പറ്റുകയല്ലെന്ന് പറയും. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പറയും പിന്നെ ഇതൊക്കെ ഇത്ര കേട്ടതാ ചിലപ്പോഴൊക്കെ ഹൃദയത്തിൽ തോന്നാം. അമ്മ പക്ഷെ എന്നോട് പരിശുദ്ധമായിട്ട് പറയുന്ന ഒരു കാര്യം, പിശാച് അത് അങ്ങനെ തന്നെ പറയും. നിങ്ങളോട് പറയും മടുത്തു പോയില്ലേ, മടുത്തു, ഇരിക്ക്, കിടക്ക്, ഉറങ്ങണം. നമ്മ ക്ഷീണമല്ലേ ശരീരം, നീ ഇരിക്കവിടെ. നമ്മ പരിശുദ്ധാത്മ പ്രാർത്ഥിക്കാൻ പറയുമ്പോ കുറച്ച് കഴിയട്ടെ, കുറച്ചേരം കൂടെ വർത്താനം പറ. പ്രാർത്ഥിക്കാൻ പറയുമ്പോ വീണ്ടും പറയും ഇത്രയൊക്കെ നേരം ഫോണിൽ ഇരുന്നല്ലേ, കുറച്ചേരം കൂടെ നോക്കാം. ഇതൊക്കെ പിശാച് പറയും. പക്ഷേ അവിടെയൊക്കെ അതിനെ ക്യാൻസൽ ചെയ്തിട്ട് ദൈവ ശബ്ദം കേൾക്കാനിരുന്നാൽ, ദൈവ സാന്നിധ്യം വഹിക്കാനിരുന്നാൽ, നമ്മുടെ വിരലുകളെ യുദ്ധത്തിന് അഭ്യസിപ്പിക്കാൻ തക്കവണ്ണം ഉപയോഗിച്ചാൽ, മൊബൈൽ ഫോണിൽ മാത്രമല്ല യുദ്ധത്തിന് അഭ്യസിപ്പിക്കാൻ വേണ്ടി കൂടെ തയ്യാറെടുക്കണം. മൊബൈലിൽ കാണേണ്ടത് ഞാൻ പറഞ്ഞില്ല, അതിലുള്ള വാർത്തകൾ നോക്കേണ്ടത് ഞാൻ പറഞ്ഞില്ല, എല്ലാ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞില്ല. പക്ഷേ രാത്രി ആമങ്ങളിൽ എനിക്ക് ഉറങ്ങാൻ മൊബൈൽ തുറന്നാൽ ഉറങ്ങുമെന്നല്ല, അവിടെ വെച്ച് പ്രാർത്ഥിച്ചാലും ഉറങ്ങുന്ന ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കണം. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് ആത്മയുദ്ധം ചെയ്ത് ആത്മമണ്ഡലത്തിൽ ചിലതിനെ വെട്ടിപ്പിടിക്കാൻ നിങ്ങളുടെ വീട് ഉപകാരമായി മാറണം. നിന്റെ കിടപ്പുമുറി പ്രാർത്ഥനയുടെ ശബ്ദം മുഴങ്ങണം. നിന്റെ ഉറക്കത്തിനകത്ത് നിന്റെ പ്രാർത്ഥനയുടെ ശബ്ദം നരങ്ങിക്കൊണ്ടിരിക്കണം. നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന എന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ അവനോട് കൂടെ ചേർന്നിരുന്ന് നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യട്ടെ. ദൈവം വലിയ അത്ഭുതങ്ങളെ ചെയ്യും, വലിയ അത്ഭുതങ്ങളെ ചെയ്യും. എനിക്കറിയാം ഇന്ന് പകലിൽ ഇതിന്റെ ആരുടെയൊക്കെയോ ജീവിതത്തെ ദൈവത്തോട്ട് പുറത്തു കൊണ്ടുവരും. അസാധാരണമായ ദൈവപ്രവർത്തിച്ചവരുടെ വീട്ടിനകത്ത് ദൈവം നടത്തും. ഈ പകലെന്ന് സംഭവിക്കും. നമ്മൾക്കാണ് ബൈബിളിൽ പറയുന്നത് വാക്യങ്ങളൊക്കെ നമ്മൾ അപ്പാടൊക്കെ വിശ്വസിക്കുക. ദൈവവചനം എന്ന വാളാനതിനെ എടുത്തങ്ങനെ ഉപയോഗിക്കുക. മിശ്രമിൽ നിന്ന് പുറപ്പെട്ട ജനത്തോട് പറഞ്ഞു ഇന്ന് കണ്ട മിശ്രമിനെ നിങ്ങൾ കാണത്തില്ലെന്ന്. അത് കണ്ടില്ല, അത് കണ്ടില്ല. ചെങ്കടലിൽ അവർ മുങ്ങിപ്പോയി. വിശ്വസിക്കുന്നതിനെ എടാ നിന്നെ ഇതുവരെ പിൻപറ്റിയ ചില ദുഷ്ട ശക്തികൾ നിന്നെ പിൻപറ്റുകയാണ്, ചില രോഗാത്മാവ് നിന്നെ പിൻപറ്റുകയാണ്. ഇന്ന് പകലിൽ ആത്മാവിൽ തിരിച്ചറിയുക. ചിലരുടെ വ്യാപരിക്കുന്ന രോഗാത്മാവ് ഇന്ന് അഴിഞ്ഞു മാറുകയാണ്. യേശുവിന്റെ ആത്മാവിന്റെ തീ കത്തട്ടെ, ആത്മാവിന്റെ തീ കത്തട്ടെ. എന്നെ കാണിക്കുന്ന ഒരു പദമുണ്ട്, മിശ്രമി സൈന്യം ഇങ്ങനെ വരുന്നു. റോസലായിട്ട് ശ്രദ്ധിച്ചു കേട്ടോ, മിശ്രമി സൈന്യം ഇങ്ങനെ വരുന്നു. നമ്മൾ മുമ്പോട്ട് പോകുന്നുണ്ട്, അവർക്ക് പിടികൊടുക്കുന്നില്ല. പക്ഷേ അകത്തൊരു ഭയം. അവര് വന്ന് ഞങ്ങളെ നശിപ്പിക്കുമോ, ഇതെന്നെ നശിപ്പിക്കുമോ, ഇതെന്റെ ജീവിതത്തെ തകർത്ത് കളയുമോ, ഇതെന്റെ ജീവിതത്തെ തകർത്ത് കളയുമോ, ഇതാണ് അകത്തുള്ള ചോദ്യം. പരിശുദ്ധാത്മ പറയുന്നു ഇന്ന് കണ്ടത് നീ ഇനി മേലാൽ കാണുകയില്ല. ഇത് വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് പകൽ ആത്മാവ് ദൂത് പറയുന്നു നീ ഭയപ്പെട്ടത് നിനക്ക് സംഭവിക്കുകയില്ല. നിന്റെ ജീവിതം അത് പുഷ്ടിയുള്ളതായി വെളിപ്പെടാൻ പോകുകയാണ്. ശരിക്കും കാണാം. ഞാൻ വേണ്ടി വെളിപ്പാട് പറയാം, അടുത്ത തലം പറയുക. ഇത് വിശ്വസിക്കാതെ കേട്ടെടുത്തോട്. മിശ്രൈമിയർ അവരുടെ ആഗ്രഹം, അവരുടെ ഇഷ്ടം. ഇപ്പോൾ ഞാൻ ഇസ്രായേലിനെ പിടിച്ച് തകർത്ത് അല്ലെങ്കിൽ അവരെ കൊന്നുകളയും, അല്ലെങ്കിൽ അവരെ തിരിച്ചുകൊണ്ടുവന്ന് വീണ്ടും അടിമയാക്കുമെന്നായിരുന്നു. ഇത് ആഗ്രഹിച്ചു വരുമ്പോൾ അവരുടെ രഥചക്രങ്ങൾ വഴുതുമാറായി. നിനക്ക് പിൻപിൽ വരുന്ന ദുഷ്ടാത്മാക്കൾ ഇന്ന് അവരുടെ ഓട്ടം കുറയുകയാണ്, അവരുടെ ഓട്ടത്തിന്റെ വേഗത കുറയുകയാണ്. കാരണം നിന്നെ വിളിച്ചത് ദൈവമാകയാൽ, ഇനി അന്ത്യത്തോളം ചുമക്കാൻ ശക്തമുള്ളവൻ ദൈവമാകയാൽ ഇത് നരക്കുമോളം കൈവഹിപ്പാൻ. Holy Spirit, Holy Spirit, in the name of Jesus, in the name of Jesus, അസാധാരണമായ ദൈവിക വെളിപ്പാടിലേക്ക് സഭ ഇറങ്ങി വരട്ടെ. രഥചക്രങ്ങൾ തകരട്ടെ. മിശ്രമിന്റെ രഥചക്രങ്ങൾ ഇന്ന് പകൽ തകർന്നു മാറട്ടെ. ആത്മാവിന്റെ തീ കത്തിക്കാറട്ടെ. മക്കളെ, നമ്മൾ ഈ വചനമൊക്കെ നല്ലതുപോലെ വിശ്വസിക്കണം. അവർക്ക് ദൈവം ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കും ദൈവം ചെയ്യും. അബ്രഹാമിന് കിണർ കുഴിക്കാൻ പറ്റുമെങ്കിൽ ഇസഹാക്കിന് കുഴിക്കാൻ പറ്റും. ഇസഹാക്ക് കുഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും കുഴിക്കും.
മനസ്സിലായില്ല. അവൻ ക്രിസ്തേശുവിലൂടെ അബ്രഹാമിന്റെ അനുഗ്രഹം എനിക്ക് വരുമെന്ന് ബൈബിളിൽ ഉണ്ടെങ്കിൽ നിന്റെ ജീവനും ഭക്തിക്കൊക്കെ വേണ്ടത് ദൈവം ദാനമായി ചെയ്തു എന്നുണ്ടെങ്കിൽ അത് എനിക്കുള്ളതാണ്. ഞാൻ ആ കിണർ കുടിച്ച് അതിനകത്തെ വെള്ളം കുടിക്കും, അതിനകത്തെ നന്മ അനുഭവിക്കും. ഈ വചനത്തിലുള്ള സകലം എനിക്ക് വേണ്ടി, ഈ സഭയ്ക്ക് വേണ്ടി, ഇത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി, അവൻ വെളിപ്പെട്ടു വരികയാണ്. ഇത് സാധാരണയല്ല ഇന്ന്. സാധാരണ സുവിശേഷമല്ല എന്ന് പറയും. ഇന്നൊരു യുദ്ധമാണ് ഇതിനകത്ത്. ഇന്നൊരു യുദ്ധമാണ് നടക്കുന്നത് ഇതിനകത്ത്. എനിക്കറിയാം ചിലരുടെ അടുക്കലൊക്കെ ഇത് പുറകെ വരുന്നെന്ന് പറഞ്ഞ സത്യം തന്നെ. പുറകെ വരുന്നില്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല, പുറകെ വരുമെന്നുള്ള സത്യം തന്നെ. പക്ഷെ ദൈവം നമ്മോട് കൂടെ ഇരിക്കുമ്പോ അവന്റെ രഥചക്രങ്ങൾ വഴുവഴുപ്പിലാകും. ഞാൻ ഓടാൻ തുടങ്ങും. അപ്പോൾ അവൻ പറയും അവനെ ഇപ്പൊ പിടിക്കാം എന്ന് പുറകെ വരും. എന്നെ കിട്ടുക. എന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഇത്രയ്ക്ക് അസൂയം. മക്കളെ നിങ്ങളെ വരികയല്ല, നിങ്ങളുടെ പുറകെ വരികയല്ലെന്നാ പറഞ്ഞു. അച്ഛനമ്മ പറയുന്നത്. ഞാൻ ചിരിച്ചോണ്ടാ പറഞ്ഞത്. എനിക്ക് അസൂയില്ല. ഇവർ എന്നിട്ട് സന്തോഷിക്കുന്നത്. മക്കളെ സന്തോഷിക്കുക. ദൈവം അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ ഈ ഇസ്രായേലിൽ ഇരുന്ന ജനത്തെ പോലെ ആകല്ലേ. മോശ പറഞ്ഞു നാളെ അത്ഭുതം ചെയ്യുന്നതാണ്. പിന്നെ ഈ ചങ്കടന് മുമ്പിൽ നിൽക്കുമ്പോൾ ലോകമുണ്ടായത് മുതൽ ഇന്ന് വരെ ഇത് വറ്റിപ്പോയത് ഞങ്ങൾക്ക് അറിയത്തില്ല. പിന്നെ ഇതിനകത്തൂടെ എങ്ങനെ വാദം തുറക്കാനോ? അങ്ങനല്ല. മോശ പറഞ്ഞത് വിശ്വസിച്ചാൽ മഹത്വം കാണും. മാർത്തയോടും മറിയോടും ദൈവം യേശു വന്നിട്ട് പറഞ്ഞു വിശ്വസിച്ചാൽ ലാസർ പുറത്തു വരുമെന്നല്ല പറഞ്ഞ മഹത്വം കാണും. മഹത്വത്തിനകത്തുണ്ട് ചരത. മഹത്വത്തിനകത്തുണ്ട് ലാസർ പുറത്തു വരുന്ന ശുശ്രൂഷ. മഹത്വത്തിനകത്തുണ്ട് ജീവൻ വെക്കുന്ന ശുശ്രൂഷ. മഹത്വത്തിനകത്തുണ്ട് കെട്ടടിയുന്ന ശുശ്രൂഷ. മഹത്വത്തിനകത്തുണ്ട് കിളിവാതിൽ തുറക്കുന്ന ശുശ്രൂഷ. മഹത്വത്തിനകത്തുണ്ട് മരുഭൂമി വെള്ളം. മഹത്വത്തിനകത്തുണ്ട് മരുഭൂമി കാടപ്പക്ഷികൾ. മഹത്വത്തിനകത്തുണ്ട് ചെങ്കടൽ പിളർക്കുന്നത്. മഹത്വത്തിനകത്തുണ്ട് നിനക്കുള്ള സകല അനുഗ്രഹവും. ഇനി ഒരു വെളിപ്പാടും കൂടെ പറയാം. എന്നോട് ഞാൻ പറയാം. ഇസ്രായേൽ സൈന്യം വന്നപ്പോ ചോദിക്കാണ് ഇവര് ഞങ്ങളെ തകർക്കാൻ വരും, ഇപ്പൊ പിടിച്ചോണ്ട് പോകും. എനിക്ക് ഒരു വേവലാണ്. പക്ഷെ ഇപ്പൊ എന്റെ വെളിപ്പാടാണ്, എനിക്ക് അകത്ത് വരുന്ന ബോധ്യം. അവിടെ അങ്ങനെ എഴുതിയിട്ടില്ല. തിരിഞ്ഞു നിന്നിട്ട് പറയണം ദൈവം എന്റെ കൂടെയുള്ളത് കൊണ്ട് നിനക്ക് എന്റെ അടുക്കൽ വരാൻ പറ്റത്തില്ല. നമ്മൾ ഇത്ര നാൾ പിൻപറ്റിയ ശക്തിയോട് നമ്മൾ നോക്കി എന്താ പറയുന്നത്? ദൈവം എന്റെ കൂടെയുള്ളതുകൊണ്ട് നിനക്ക് എന്നെ പിൻപറ്റാൻ പറ്റില്ല. കാരണം ഞാൻ പോകുന്ന റൂട്ട് നിന്റെ റൂട്ടല്ല. ഞാൻ പോകുന്ന റൂട്ട് ദൈവം കാണിച്ച റൂട്ടാ. ഓ ഹോളി സ്പിരിറ്റ്, ഞാൻ പോകുന്ന റൂട്ട് മനുഷ്യരുടെ റൂട്ടല്ല. ഞാൻ പോകുന്ന റൂട്ട് ദൈവത്തിന്റെ വഴിയാണ്. യേശു പറഞ്ഞു ഞാൻ തന്നെ വഴി സത്യം ജീവനുമാക്കുന്നു. ആ വഴിയിലാകുന്നു ഞാൻ പോകുന്നത്. പിശാച് വരക്കട്ടെ. അവന്റെ വിചാരം എന്നറിയാം. അവന്റെ കൂടെ ആളുബലമുണ്ട്, സൈന്യമുഖത്തുമുണ്ട്, സൈന്യരഥങ്ങളുണ്ട്, കുതിരകളുണ്ട്, കുതിരചേകവരുണ്ട്, വാളുണ്ട്, കുന്തമുണ്ട്, വടിയുണ്ട്, വേലുണ്ട്. ഇതുകൊണ്ട് ഇവരെ തകർത്ത് കളയാമെന്നാണ്. എന്നാൽ ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ ദൂതറിയിക്കുന്നു. നിന്റെ വടിയ വേണ്ട, വാള് വേണ്ട, വടി വേണ്ട, കുന്തം വേണ്ട, തിരിച്ച് യുദ്ധം ചെയ്യാൻ ഒരായുധം വേണ്ട. അവൻ മുട്ടുമടക്കാൻ തയ്യാറായാൽ, വിശ്വസിക്കാൻ തയ്യാറായാൽ ഇന്ന് പകൽ രഥചക്രങ്ങളുടെ അവൻ ചക്രങ്ങൾ വഴിപടിപ്പിൽ കലങ്ങുന്നത് ഈ ആത്മാവിൽ കാണണം. ഓ ഹല്ലേലൂയ. ആമേൻ ആമേൻ ആമേൻ. അസാധാരണമായി ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ആമേൻ ആമേൻ. മോനെ നിന്റെ പുറകിലുള്ള രഥചക്രത്തിന്റെ ഒരു ഉരുളൽ നിൽക്കാൻ പോകുക. അത് വഴുവഴുപ്പിലായി. അടുത്ത തലം അവരുടെ നിന്റെ നടുക്കിൽ ഒരു വെള്ളം വന്നു പോകും. നീ അതിനെ കാണത്തില്ല. നീ അടുത്തുടങ്ങിയ പാതയിൽ കൂടെ വിശാലമായ ഒരു ദേശത്തേക്ക്, വിശാലമായ ഒരു പദവിയിലേക്ക് നീ കയറി ചെല്ലുന്നത് ആത്മാവിയ വെളിപ്പാടിൽ നിന്ന് തന്നെ ഇന്ന് പകൽ ആത്മാവിൽ ചെന്നത് കാണണം. നിനക്ക് മുമ്പേ പിമ്പേ വരുന്ന രഥചക്രങ്ങൾ അല്ല നീ കാണുന്നത്. യേശുവിന്റെ നാമത്തിൽ രഥചക്രങ്ങൾ വഴിവടിപ്പിലായി അവർ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നു. ഞാനോ ഉണങ്ങിയ നിരത്തുകൂടെ ദുർഘട പാതകൾ നിരപ്പാക്കി താമര കഥകൾ തകർത്ത് ഇരുമ്പോടമകൾ. 1
ചിലതൊന്നും നമുക്ക് ഓർമ്മയിൽ വീണ്ടും വീണ്ടും വരുന്ന സംഭവമുണ്ട്. ഓർമ്മയിൽ വീണ്ടും വീണ്ടും വരുന്ന സംഭവമുണ്ട്. ചിലരൊക്കെ നമ്മളിങ്ങനെ വേണ്ടപ്പെട്ടവർ അല്ലെങ്കിൽ നമ്മൾ ആരെ സ്നേഹിച്ചവർ, നമ്മളേറെ ആഗ്രഹിച്ചത് നഷ്ടപ്പെടുമ്പോൾ, വേദനപ്പെടുമ്പോൾ, മുറിയപ്പെടുമ്പോൾ നമുക്ക് ഒരാളെന്നോട് പറഞ്ഞു പ്രാർത്ഥിക്കാനിരുമ്പോൾ ഇത് തന്നെ ഓർമ്മ വരും. പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും ഇത് തന്നെ ഓർമ്മ വരും. അതിന്റെ വേറെ ഒന്നും സംഭവമല്ല. പ്രാർത്ഥന ക്ലിയർ ആയിട്ട് നടക്കത്തില്ല. അതുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞ കഥ കടച്ചിരുന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. വേറെ ഒന്നും അകത്തോട്ട് കേട്ടല്ലോ. ഓക്കെ പോട്ടെ, ഇത് തന്നെ ഓർമ്മ വരും. ഇപ്പോൾ ഞാൻ കാണുന്ന ഒരു വെളിപ്പാടാണ് പറയുന്നത്. ഇന്ന് ഞാൻ എന്റെ പ്രസംഗമല്ല ഇത്. അപ്പൊ ഒരു വെളിപ്പാടിന്റെ ശുശ്രൂഷ മാത്രം. അപ്പൊ ഇവിടെ പറയുന്നത് മിശ്രമീയ സൈന്യം പുറകെ വന്നു. അവരുടെ കണ്ട് ഇസ്രായേൽ ജനം പേടിച്ചു വിറച്ച് അവർ പറഞ്ഞു ഇപ്പോൾ ഞങ്ങളെ പിടിച്ചുകൊണ്ടുപോകും, ഞങ്ങളെ കൊല്ലും. അവർ പേടിച്ചു, തകർന്നു. എല്ലാ അവസാന നിമിഷം അവർ മനസ്സിൽ കണക്കുകൂട്ടി കാൽക്കുലേറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അവർ പുറകിലിരുന്ന സൈന്യത്തെ അവരുടെ രഥചക്രങ്ങൾ വഴുവഴുപ്പിലെ അവർക്ക് ഓട്ടത്തിന്റെ സ്പീഡ് കുറഞ്ഞു. ആദ്യ സ്പീഡിലാവുന്നേ, ഇപ്പോൾ ഓട്ടത്തിന്റെ സ്പീഡ് കുറഞ്ഞു. ഈ ഓട്ടത്തിന്റെ സ്പീഡ് കുറഞ്ഞപ്പോഴത്തേക്കും ഇവരിൽ നിന്ന് ഇസ്രായേൽ ജനം ഇങ്ങോട്ട് മാറുകയും അവിടെ ഇവിടെയും പൊങ്ങി നിന്ന വെള്ളം ഇങ്ങോട്ട് കൂടിച്ചേരുകയും ഇവര് തമ്മിൽ വലിയൊരു മതിൽ അവിടെ വെളിപ്പെട്ടു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഈ നിമിഷം വരെ, ഈ കഴിഞ്ഞ സെക്കൻഡ് വരെ കണ്ടത് ഇപ്പോൾ അവർ കാണുന്നില്ല. അയ്യോ, വിശ്വാസം പോരാ. ഈ ദൂരൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആമേ പറഞ്ഞ പോരാ. ഹല്ലേലൂയ. അപ്പൊ മക്കളെ, ഈ തൊട്ട് പുറകിൽ ഞാൻ ഒന്ന് പറഞ്ഞു, ഈ ആരാധനയ്ക്ക് കേറി വരുമ്പോൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ കാണാനില്ല. അമ്മ സഡൻലി വെള്ളം അവിടെ പൊങ്ങി, അവിടെ അത് മറയപ്പെട്ടു. അമ്മ മറയപ്പെട്ടു. ഇതുപോലെ ചിലത് ചിലരുടെ വീട്ടിനകത്ത് ഇന്ന് പകൽ സംഭവിക്കുകയാണ്. ഇന്നലെ വരെ കണ്ടത്, ഈ നിമിഷം വരെ കണ്ടത് ചിലർ കാണാതെ യേശുവിന്റെ നാമത്തിൽ ശക്തികൾ പിൻപറ്റുന്ന ബലവാന്മാരുടെ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഞങ്ങൾ കഴിഞ്ഞു മാറട്ടെ. ഇന്ന് ഞങ്ങൾ കഴിഞ്ഞു മാറട്ടെ. ചില കടബാധത്തിന്റെ ശക്തികൾ ഇന്ന് ഞങ്ങൾ കഴിഞ്ഞു മാറട്ടെ. ചില പാരമ്പര്യ ശക്തികൾ ഇന്ന് ഞങ്ങൾ കഴിഞ്ഞു മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ചിലരെ പിടിച്ചെടുക്കുന്ന ഹൃദയത്തിൽ വേദനയിടുന്ന, ഹൃദയത്തിൽ മുറിവേൽക്കപ്പെട്ട ചില ശക്തികൾ ഇന്ന് ഞങ്ങൾ കഴിഞ്ഞു മാറട്ടെ. ചിലതൊക്കെ കാണാതെ മാറി. 2026 പുതിയ തുടക്കങ്ങൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു. നമ്മൾ നേരത്തെ കേട്ടു പുതിയത് ചിലത് കാണുമെന്ന്. പഴയതൊക്കെ മറയപ്പെടും ചിലരുടെ ഹൃദയത്തിൽ. ചിലതൊക്കെ മറച്ച് പുതിയൊരു യാത്രയിലേക്ക്, പുതിയൊരു പ്രഭാതത്തിലേക്ക്, പുതിയൊരു ദേശത്തിലേക്ക്, പുതിയ ചില രാജ്യത്തിലേക്ക്, എനിക്കറിയത്തില്ല ആരെയൊക്കെ ചില രാജ്യങ്ങളിലേക്ക് അയക്കുന്ന അഭിഷേകം ഇതിനകത്ത് വ്യാപരിക്കുന്നു. ചില രാജ്യങ്ങളിലേക്ക്, ചില ദേശങ്ങളിലേക്ക് ധൈര്യത്തോടെ പുറപ്പെടുന്ന ഒരു അഭിഷേകം. യേശുവിന്റെ നാമത്തിൽ പുതിയത് തുറന്നു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ പുതിയത് തുറന്നു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഉത്തന്റെ കണികൾ പോട്ടെ. ഉത്തന്റെ മണ്ഡലങ്ങൾ തലയട്ടെ. പുതിയ കൃപകൾ പാവം പെരുക ലോകത്തിനകത്ത് കൃപയുള്ള മക്കൾ. ബൈബിൾ പറയുന്നത് മരുഭൂമിയിൽ അവർ കൃപ കണ്ടെത്തി. മരുഭൂമിയിൽ അവർ കൃപ കണ്ടെത്തി. ചിലർക്കൊക്കെ ദൈവം അത്ഭുതങ്ങൾ ചെയ്യാൻ പോകും. മരുഭൂമിക്ക് തുല്യമായ ദേശത്ത് കൃപ കണ്ടെത്തി. എന്നുവെച്ചാൽ അനുഗ്രഹം കണ്ടെത്തി. അർഹിക്കാത്തത് ലഭിക്കാൻ തുടങ്ങി. കാടപ്പക്ഷികൾ വന്ന് നിൽക്കാൻ തുടങ്ങി. മക്കളെ, അതിനെ ഒന്ന് പിടിച്ചെടുത്ത് നിങ്ങളുടെ ആത്മാവിൽ കണ്ട് ഞാൻ നടക്കും വിവരിക്കാൻ നിൽക്കുമ്പോൾ കാടപ്പക്ഷികൾ ഇങ്ങനെ പറയാണ്. അവരതിനൊന്നിനെ പിടിക്കുന്നു, അറിയിക്കുന്നു. ഫ്രഷ് ഇന്നത്തെ പോലെ ഐസിലിട്ടതൊന്നും അല്ല, ഫ്രീസറിലിരുന്ന സാധനമൊന്നും അല്ല ദൈവം കൊടുത്തേ. ഫ്രഷ് ആയിട്ടാണ്. മക്കളെ, പുതിയത് ദൈവം ചിലരുടെ കയ്യിലേക്ക്, ചില വീട്ടിനകത്തേക്ക് ഇന്ന് കയറി പോകുമ്പോൾ ഞാൻ ഈ ആന്റിയോട് എന്നോട് പരിശുദ്ധാത്മ ഇങ്ങനെ പറയും. ഈ ആന്റിയോട് ഞാൻ പുതിയായിട്ട് വന്ന ആന്റിയോട്, നിങ്ങളുടെ വീട്ടിനകത്തോട്ട് കയറുമ്പോൾ നിങ്ങളുടെ വീട്ടിനകത്ത് ഒരു സൈനായിരിക്കും, ഒരു വെളിച്ചം, ഹൃദയത്തിനകത്ത് ആശ്വാസം. എനിക്കറിയത്തില്ല എന്താണ്, പക്ഷെ ഒന്ന് എന്നോട് പറയുന്ന ഒരു ആശ്വാസം. ആ സൈൻ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് നിങ്ങളുടെ ജീവിതത്തെ യേശു തൊട്ടു, നിങ്ങളുടെ പ്രശ്നത്തെ യേശു തൊട്ടു. നിങ്ങൾ സ്വാതന്ത്ര്യം വെളിപ്പെടാൻ പോകുന്നു. ആ സൈൻ മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റെടുത്തോളം ഇതെന്റെ വിടുതലിന്റെ സമയമാണ്. ഇതെന്റെ ജീവിതത്തിൽ വഴിത്തിരിവിന്റെ സമയമാണ്. ഇതൊരു അനുഗ്രഹത്തിന്റെ സമയമാണ്. അത്ഭുതത്തിന്റെ സമയമാണ്. സഭ അനുഗ്രഹത്താൽ വെളിപ്പെടാൻ